ഉണ്ടാവും, മാസമുറ അല്ലെങ്കിൽ പീരിയഡ്സ് ആയി കഴിയുമ്പോൾ മാറ്റിയിരുത്തുമായിരുന്നു. അത് ഒരു അന്ധവിശ്വാസം പോലെ വളർന്ന് തൊടാതിരിക്കണം, തറയിലിരിക്കണം, ആ ഒരു രീതിയിൽ. അതായത് പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ മുത്തശ്ശിയുടെ ആ കാലത്തൊക്കെ, ഞാൻ അന്ന് വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ വേറൊരു ചെറിയ പുര പോലെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തറ ചാണകം കൊണ്ട് മെഴുകിയേക്കാണ്. എന്നും രാവിലെ പോയി ആള് ആ മുറിയിലിരിക്കുന്ന ആള് ചാണകം കൊണ്ടുവരിക, തറ മെഴുകുക, രാവിലെ പോയി കുളിച്ച് വൃത്തിയായി അതിനകത്തിരിക്കുക, ഭക്ഷണം അവിടെ കൊടുക്കുക, പിന്നെ പുറമേയുള്ള ജോലികളൊക്കെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് നമ്മള് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു. ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് മാസമുറ വരുന്നത് എന്നുള്ളത് എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയാം? ഇത് എന്തുകൊണ്ടാണ് ഈ പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ വരുന്നത് എന്നുള്ളത് അറിയാവുന്നവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അറിയാൻ മേലാത്തവര് ചെയ്യണ്ട. ഓക്കെ, ഒന്നേ ഉള്ളൂ, അല്ല അതിൽ കൂടുതലുണ്ട്, ഒരാളല്ല. അത് പറയാൻ പോലും നമുക്കൊന്ന് നാണക്കേട് തോന്നുന്നല്ലേ? ഇന്ന് ഈ പുരുഷന്മാരുടെ മുന്നിൽ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് പറയാൻ ഒരു നാണക്കേട് തോന്നില്ല. എന്തെന്ന് വെച്ചാൽ, ഇവര് ജനിക്കണമെങ്കിൽ, ഈ പുരുഷന്മാരെല്ലാവരും ജനിക്കണമെങ്കിൽ ഇവരുടെ അമ്മയ്ക്ക് പീരിയഡ്സ് വന്നവരാണ്. ഇവരുടെ അമ്മയ്ക്ക് പീരിയഡ്സ് ആയതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ആരോഗ്യമുള്ള പുരുഷന്മാരെ ആ അമ്മയ്ക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കല്ലേ അപ്പൊ ഉത്തരവാദിത്വം കൂടുതൽ. അവർ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ അമ്മയോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സഹോദരി ഉണ്ടായിരുന്നു, കൂടെപ്പിറപ്പ് ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിയോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവര് കൂടെ കളിച്ച് വളർന്ന ആ പെൺ സുഹൃത്തുക്കളോട് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ബഹുമാനമാണ് ഞാൻ ഏറ്റവും മുന്നിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ വരുമ്പോൾ ഒരു ഭാര്യ ഉണ്ടാവും, ആ ഭാര്യയോട് ഒരു ഉത്തരവാദിത്വം. ഒരു മകൾക്ക് ജന്മം കൊടുത്തെങ്കിൽ എന്നല്ല, ഒരു പെൺകുട്ടി ജന്മം കൊള്ളണമെങ്കിൽ അതിന് ഒരു പുരുഷനാണ് കാരണക്കാരൻ. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ 8ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ച സമയത്ത്, ഞാനൊരു ഗേൾസ് സ്കൂളിൽ പഠിച്ചത് കൊണ്ടായിരിക്കും അന്ന് ടീച്ചർ ഇത്ര കൃത്യമായിട്ട് തുറന്നു പറഞ്ഞത്. അന്ന് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ ഒരു പെൺകുട്ടി, നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, ഇവിടുത്തെക്കാട്ടി കുറച്ചുകൂടി ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മായിയമ്മമാര് പറയും, അതായത് മദർ ഇൻ ലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പിന്നെ ഒരു പെൺകുഞ്ഞിനാണല്ലോ ജന്മം കൊടുത്തതെന്ന്. ശരിക്കും പെൺകുഞ്ഞ് ജന്മം എടുക്കണമെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാരണം പുരുഷനാണ്. പക്ഷെ അത് പലപ്പോഴും അറിയില്ല. അന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിദ്യാസമ്പന്നരായി കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും ആരോപിക്കുകയാണെങ്കിൽ, അന്ന് നിങ്ങളുടെ അമ്മായിയമ്മ പറയാണ്, വീണ്ടും ഒരു പെൺകുട്ടിക്കല്ലേ ജന്മം കൊടുത്തത് എന്ന് പറഞ്ഞാൽ പറയണം, അതിന് കാരണക്കാരൻ നിങ്ങളുടെ മകനാണെന്ന് പറയണം. ശരിക്കും ഇതൊന്നും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സയൻസ് മനസ്സിലാക്കാതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിക്കും പുരുഷൻ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് പീരിയഡ്സ് ഉണ്ടാകുന്നത്. പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒരു അമ്മയ്ക്ക്, ഒരു സ്വന്തം ഭാര്യയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പെൺകുട്ടി മകളായിട്ട് കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്കിന്നും നാണക്കേടാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ചോദിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ. പക്ഷെ അത് നമ്മളെ വളർത്തിയ രീതി ആയിരിക്കാം. അതായത് ശരിക്കും അത് ആ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അത്, സാധാരണ ഞാൻ അതൊരു ടോപ്പിക്ക് പറയുന്നതല്ല. അതായത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്പേമിൽ നിന്നും ഡൊണേറ്റ് ചെയ്യുന്ന 2 ക്രോമോസോമുകളാണ്, ഒന്ന് എക്സും ഒന്ന് വൈയും. ഒരു സ്ത്രീയുടെ ഉള്ളിൽ 2 എക്സ് ആണ്. സ്ത്രീക്ക് എക്സ് ക്രോമോസോം മാത്രമാണ്. ഇനി ഒരു ബീജവും അണ്ടവും കൂടെ യോജിക്കുന്ന സമയത്ത് ഇതിന്ന് ഒരു എക്സും ഇതിന്ന് ഒരു എക്സുമാണ് ചേരുന്നെങ്കിൽ ഇത് പെൺകുട്ടിയായി. ഇവിടുന്ന് വൈയും ഇവിടുന്ന് എക്സുമാണ് യോജിക്കുന്നെങ്കിൽ ഇത് ആൺകുട്ടിയായി. അപ്പൊ അമ്മ ഡൊണേറ്റ് ചെയ്തത് എക്സ് അല്ലേ? അമ്മയ്ക്ക് രണ്ടും ഒരുപോലെയാണ്. എക്സ് വൈ വന്നത് കൊണ്ടാണ് ആൺകുട്ടി ജനിച്ചത്. അപ്പൊ ഒരു ആണാകാൻ കാരണം ആരാണ്? പുരുഷനാണ്. ഇതൊരു പെൺകുട്ടി, ഇതൊരു ആൺകുട്ടി. ഇതാണ് അച്ഛന്റെ ക്രോമോസോം, ഇതാണ് മദറിന്റെ ക്രോമോസോം.
നിന്നും ഓരോന്നാണ് വന്ന് ചേരുന്നത്. ഈ ബീജവും അണ്ടവും കൂടെ യോജിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് യോജിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ എക്സ് ആയിരിക്കും അല്ലെങ്കിൽ വൈ ആയിരിക്കും. പക്ഷെ അമ്മ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്നത് എക്സ് മാത്രമാണ്. അപ്പൊ അമ്മയ്ക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൊടുക്കാൻ എക്സേ ഉള്ളൂ. അതേസമയത്ത് അച്ഛൻ കൊടുക്കുന്നത് വൈ കൊടുത്താൽ അത് ആൺകുട്ടിയാകും, എക്സ് കൊടുത്താൽ പെൺകുട്ടിയാകും. ഇത് ജസ്റ്റ് ഞാൻ സാധാരണ എങ്ങനെ പറയുന്നതല്ല, ഇതെന്തോ ഇന്നൊരു ഓർമ്മ വന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇത് കൊടുത്ത് ഇങ്ങനൊരു അറിവ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് സമൂഹത്തിൽ കുറെ കാഴ്ചപ്പാടുകൾക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സ് എല്ലാ സ്ത്രീകളുടെയും ഈ പീരിയഡ്സ് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇത് സാധാരണ നമ്മൾ ഹൈജീൻ ക്യാമ്പയിനിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ പീരിയഡ്സ് എന്തുകൊണ്ടാണ് ആകുന്നതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ പണ്ട് കാലത്ത് മാറ്റിയിരുത്തപ്പെട്ട കാര്യം ഇപ്പൊ നമുക്ക് ഓരോ ഹൈജീൻ ക്യാമ്പയിനുകൾ കിട്ടുന്നതനുസരിച്ച് ചില സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പറയാം 45 മിനിറ്റ് തരാം. 45 മിനിറ്റിൽ കുറവുള്ള ടൈം ഹൈജീൻ ക്യാമ്പയിനിന് പിടിക്കരുത്. അവരോട് പറയാണ് അരമണിക്കൂർ തരാമെന്ന് പറഞ്ഞാൽ അവരോട് പറയണം ഞങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് മിനിമം 45 മിനിറ്റ്സ് വേണം. ചില സ്കൂളുകാർ 1 മണിക്കൂർ തരും. ചില സ്കൂളുകാർ പറയുന്നത് എന്താന്ന് വെച്ചാല് 1 മണിക്കൂർ തരാം, കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നിർത്തണം. ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു സ്കൂളിൽ പോയി എന്നോട് പറഞ്ഞു കറക്റ്റ് മാഡം 1 അവറേ ഉള്ളൂ, ആ സമയത്തിനുള്ളിൽ നിർത്തണം. ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അത് സമയം കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കണം. എന്താന്ന് വെച്ചാൽ മറ്റുള്ള മീറ്റിംഗ്സ് പോലെ അല്ല. നമ്മൾ മറ്റുള്ള മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ നമ്മൾ നോക്കും ആൾക്കാർ നല്ല ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ കുറച്ചുകൂടി ഒരു 15 മിനിറ്റ് എടുക്കും, പിന്നെ ഒരു അരമണിക്കൂർ കൂടെ എടുക്കും. അത് ചെയ്യരുത്. ഞാൻ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് നിർത്താൻ വന്നപ്പോൾ പതുക്കെ പ്രിൻസിപ്പൽ എൻ്റെ അടുക്ക് വന്നിട്ട് പറയാം മാഡം ഒരു അരമണിക്കൂർ മുന്നോട്ട് പോകാമെന്ന്. അപ്പൊ ആ തരത്തിലേക്ക് നമ്മൾ ആക്കി തീർക്കണം. ചിലർ നമ്മൾ നിർത്തി കഴിയുമ്പോൾ അവർക്ക് വന്ന് കൂട്ടി എടുത്തോന്ന് പറയാൻ വയ്യ, മാം ഒന്നുകൂടെ വന്ന് അടുത്ത സമയത്ത് ഞങ്ങൾ ഒരു 2 മണിക്കൂർ സമയം അറേഞ്ച് ചെയ്ത് മാഡത്തിന് തരാം. ശരിക്കും അത് കേട്ടാൽ മാത്രമേ ഇതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എവിടെ ഹൈജീൻ ക്യാമ്പയിൻ കിട്ടിയാലും 45 മിനിറ്റ്സ് മിനിമം ഉണ്ടാകണം. തുടങ്ങുമ്പം ഈ ഒരു കാര്യം വെച്ച് ഞങ്ങൾക്ക് തുടങ്ങാം, പണ്ടത്തെ കാര്യങ്ങൾ വെച്ച്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ കഥ പഴയ കാര്യങ്ങൾ കുറച്ചും കൂടെ പറഞ്ഞത് നമ്മൾ കൊച്ചു കുട്ടികളല്ല ഇരിക്കുന്ന ഇവിടെ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ പറയാം. അന്ന് സ്ത്രീ മാറ്റിയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ബേസിക് കാരണം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്ന വ്യക്തി ഒരു സ്ത്രീയാണ്, അവസാനം കിടക്കുന്ന വ്യക്തിയും ഒരു സ്ത്രീയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് നോക്കിയാലും അവിടെ ഇവിടെ ഇവിടെ അവിടെ എല്ലാം പണി കാണും, പുറത്തെ ജോലി ചെയ്യും, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. ആ 3 ദിവസമെങ്കിലും ആ സ്ത്രീക്ക് ഒരു റെസ്റ്റ് വേണം. അതായത് പീരിയഡ്സ് ആകുന്ന സമയത്ത് അവരുടെ ശരീരം കുറച്ചും കൂടെ ഒന്ന് സെൻസിറ്റീവ് ആകുന്നു, കുറെ ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുന്നു, കുറച്ച് റെസ്റ്റ് അവർക്ക് അത്യാവശ്യമാണ്. നല്ല ഭക്ഷണം, നല്ല റെസ്റ്റ്, ഇതൊക്കെ വേണം. അതിനാണ് മാറ്റിയിരുത്തിയിരുന്നത്. അതായത് ആ സമയത്ത് അവര് മാറ്റിയിരുത്തത് ചാണകം കൊണ്ട് പണ്ട് കാലത്ത് മെഴുകിയിട്ടിരുന്നത്. ശരിക്കും ചാണകം ശുദ്ധീകരിക്കുന്ന സാധനമാണ്. എല്ലാ ദിവസവും ഒന്ന് മെഴുകി കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് അതിന്റെ പുറത്തൊരു പായൊക്കെ വിരിച്ച് നീണ്ടു നിവർന്ന് പുറവും കാലും കൈയും ഒക്കെ വേദനിക്കുകയും പല പ്രശ്നങ്ങളും ഉണ്ട്. ആ സമയത്ത് സ്വസ്ഥമായിട്ടൊന്ന് ഇഷ്ടമുള്ള പോലെ കിടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്റ്റിംഗ് പീരീഡ് അവർക്ക് കൊടുത്തിരുന്നത്. വിളക്ക് കത്തിക്കരുത്. പല സ്കൂളുകളിൽ ഇപ്പൊ ചെല്ലുമ്പോൾ ഹൈജീൻ ക്യാമ്പയിന് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം വിളക്കെ തൊടാൻ പാടില്ല, ദൈവങ്ങളുടെ ഫോട്ടോസ് തൊടാൻ പാടില്ല, അതൊക്കെ ചെയ്താൽ ദോഷം കിട്ടുമോന്ന്. ശരിക്കും പറഞ്ഞാൽ അതിന് സയൻസ് പരമായിട്ടൊരു ലോജിക്ക് കാരണമില്ല. അത് അന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞത് അന്ന് സ്ത്രീകളായിരുന്നു വിളക്ക് കൊളുത്തുന്നത്, പൂജയ്ക്കുള്ള സാധനങ്ങൾ അടുക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് അടുക്കളയിലെ പണി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് വിട്ടുമാറി നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് സയൻസ് പരമായിട്ട് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഉള്ളിലൊന്നും മലമൂത്ര വിസർജനത്തിനായിട്ട് ബാത്റൂംസ് ഒന്നും ഉണ്ടാവാറില്ല, പുറത്താണ്. ശുദ്ധി, വൃത്തി, അത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ ഇനി ആ ഒരു രീതിയിൽ ക്ഷേത്രത്തിൽ പോവണ്ട എന്നുള്ള ഒരു രീതി വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്, ശരീരത്തിന്റെ റെസ്റ്റ് വേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് അന്ന് സ്ത്രീകളെ മാറ്റിയിരുത്തിയിരുന്നത്.
പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു. ആ ഒരു തെറ്റിദ്ധാരണ, അതായത് ഒരു ഫാമിലി ലൈഫിൽ നന്നായിപ്പോൾ മാറിയിരിക്കണം, ഒരു സെക്ഷൽ ലൈഫ് ഉണ്ടാവാൻ പാടില്ല, അതൊക്കെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവരുടെ ബോഡി കംപ്ലീറ്റ് ഒരു റെസ്റ്റിംഗിലേക്ക് പോകണം, അതിനാണ് മാറ്റിയിരുത്തിയിരുന്നത്. ഇനി ഈ പീരിയഡ്സ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. പീരിയഡ്സ് സംഭവിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, അതായത് ഞാൻ ജസ്റ്റ് ഒരു പെട്ടെന്നുള്ള ഒരു പടം ഒന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ്. ഒരു പെൺകുട്ടി ജനിക്കുമ്പം മുതൽ തന്നെ ഈ പറയുന്ന അവയവങ്ങൾ മുഴുവനും ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു 12-13 വയസ്സാകുമ്പോൾ മാത്രമാണ് ഈ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതായത് 2 ഓവറികൾ, ഈ ഓവറികൾക്കുള്ളിൽ അണ്ടങ്ങൾ ഉണ്ടാകും. ഇതാണ് ഒരു ഓവറി. ഇതൊരു പക്ഷെ ഹൈജീൻ ക്യാമ്പയിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് 2 സൈഡില് ഇതാണ് യൂട്രസ്. ഈ യൂട്രസിന്റെ 2 സൈഡിലും ഓരോ ഓവറികളുണ്ട്. ഈ ഓവറികളിൽ ധാരാളം അണ്ടങ്ങളുണ്ട്. ഈ അണ്ടം ഒരു പെൺകുട്ടി 12-13 വയസ്സ് ആകുമ്പോഴാണ് ബ്രെയിനിൽ നിന്നും ഒരു ഉത്തേജക ഹോർമോൺ പോയി ഇതിനെ എല്ലാം ഉണർത്തിവിടും. ആ സമയത്ത് ആൺകുട്ടികളും സെയിം ആ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അവർക്ക് പീരിയഡ്സ് ആവുന്നില്ല എന്നേ ഉള്ളൂ, അവരുടെ ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പെൺകുട്ടികളുടെ മാറ്റമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒരുപാട് അണ്ടങ്ങളുണ്ട്. അതായത് പെൺകുട്ടി 12ാമത്തെ വയസ്സ് മുതൽ 50-55 വയസ്സ് വരെ എല്ലാ മാസവും ആ ഓവറിയിൽ നിന്നും ഓരോ അണ്ടം ഗർഭപാത്രത്തിലേക്ക് കടന്നു വരും. ഇനി ഇവിടെ ഇത്ര ഓർത്താൽ മതി. ഇവിടെ നിന്നും ഈ അണ്ടം സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ തന്നെ യൂട്രസ് ഒരു ചെറിയ ഒരുക്കം ഇവിടെ നടത്തും. നമ്മൾ പറയാം, നമ്മുടെ വീട്ടിലെ സാധാരണ നമ്മൾ നല്ല ലാവിഷായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ കഴിയും. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ഉണങ്ങിയ തുണി കൊണ്ട് എല്ലാം ഒരിടത്ത് കൂട്ടിയിടും, അത് പിന്നാണ് മടക്കിയിടുന്നത്. നാളെ ആരെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എല്ലാം പെർഫെക്റ്റ് ആക്കും, ഒരു ഒരുക്കം നടത്തും, ഇല്ലേ? ആരോ വരുന്നുണ്ട്, ജസ്റ്റ് 1 മണിക്കൂർ നേരത്തേക്ക് വന്നാൽ മതി. ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്നും ആരെങ്കിലും വന്നിരുന്നെങ്കിൽ വീട് വൃത്തിയായിട്ട് കിടക്കും, എല്ലാം പെർഫെക്റ്റ് പൊസിഷനിൽ ഇരിക്കുമെന്ന്. സെയിം അതുപോലെ ഇവിടെ നിന്നും ഈ അണ്ടം പുറപ്പെടുന്ന ആ നിമിഷം ഈ യൂട്രസിനകത്ത് ഒരു ഒരുക്കമാണ്. നല്ല ഒരു മെത്ത പോലത്തെ ഒരു ലൈനിങ്, കൂടാതെ നിറയെ രക്തധമനികൾ അവിടെ വന്നു ചേരും. എല്ലാം റെഡിയാക്കി ആ മെത്ത ഫോം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ അണ്ടം ഇവിടെ നിന്നും സഞ്ചരിച്ച് ഇതിനകത്ത് ഇവിടെ എത്തിക്കഴിയുമ്പം ഏതാണ്ട് 48 മണിക്കൂർ അത് ജീവനോടെ അവിടെ നിൽക്കുകയുള്ളൂ. ആ 48 മണിക്കൂർ കഴിഞ്ഞാൽ ആ അണ്ടം നശിച്ചു പോകും. അതിനത്ര ആയുസേ ഉള്ളൂ. ഇനി ആ 48 മണിക്കൂറിനുള്ളിൽ ഒരു ബീജവുമായി ഈ അണ്ടം യോജിച്ചാൽ ആ സ്ത്രീ ഗർഭം ധരിക്കും. പിന്നെ 9 മാസം ആ കുഞ്ഞ് ആ യൂട്രസിനുള്ളിൽ ഉണ്ടാവും. ഇത് പലപ്പോഴും ഹൈജീൻ ക്യാമ്പയിനിൽ ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ആൺകുട്ടികൾ, ഇപ്പൊ ഞാൻ ആൺകുട്ടികൾക്കും എടുക്കാറുണ്ട്, അതുകൊണ്ട് അവരൊന്ന് ചിരിക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. അത് നോക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ അവരെ അവിടെ ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെന്നറിയോ, പലരും വിളിച്ചിട്ട് പറയും, ഞങ്ങൾ ഹൈജീൻ ക്യാമ്പയിൻ എടുക്കാൻ പോയി, പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം ചിരിക്കാൻ തുടങ്ങി, കുറെ ആൺകുട്ടികൾ എഴുന്നേറ്റങ്ങ് പോയി. ഇവരുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസം അനുസരിച്ച് ഞാൻ അപ്പം തന്നെ പറയും, ഇതുപോലാണ് നിങ്ങൾ ഓരോരുത്തരും ജനിച്ചത്. ഇനി ഇതിനകത്ത് നാണം കെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ ജനിച്ചത്, ഇങ്ങനെയാണ് നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് പറയുമ്പോ ഇത്ര നാണക്കേട് നിങ്ങൾക്ക്? പിന്നെ ആരും അറിയില്ല. ഇപ്പൊ എവിടെ ചെന്നാലും വളരെ കൂളായിട്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കും. കോളേജ് കുട്ടികളിൽ വലിയ പ്രശ്നം വരാറില്ല. എന്താന്ന് വെച്ചാൽ കോളേജ് കുട്ടികൾ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. അവർക്ക് കുറച്ചറിയാം, എവിടൊക്കെയോ കുറച്ച് മിസ്സിങ് മാത്രമേ ഉള്ളൂ. നമ്മളിത് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തിരിക്കുമ്പോൾ പിന്നെ അവരുടെ പ്രശ്നമേ തീർന്നു. ശരിക്കും പല പെൺകുട്ടികൾ ഹൈജീൻ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയി. ഇവർ ഞങ്ങളെ നോക്കി കളിയാക്കുകയും ചിരിക്കുകയും പാഡ് എടുക്കുന്ന കാണുമ്പോൾ ഇവരതൊക്കെ ചെയ്യുമായിരുന്നു, ഇനി ഇവർ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. കറക്റ്റാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൺകുട്ടിക്ക് ഈ കറക്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ഉണ്ടായാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ ഇരിക്കുന്ന എത്ര
പേരൻസിനോട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോ ചോദിച്ചിട്ടുണ്ട്, അമ്മ ഞാൻ എങ്ങനെ ഉണ്ടായത് ചോദിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ആശുപത്രിയിൽ എടുത്തോണ്ട് വന്നോ? എന്താ പറഞ്ഞേ? ദൈവം തന്നു. ഓക്കെ. അപ്പൊ ഇവർ ചിന്തിക്കും, ദൈവം രാത്രി ഇവിടെ വന്നോ, എന്നെ ഇവിടെ തന്നിട്ട് പോയോ? നിങ്ങൾക്കറിയില്ല, കുട്ടികളുടെ ചിന്ത പോകുന്നത് പല രീതിയിലാണ്. ഒരു ചെറുപ്രായത്തിൽ അവർ ഒരുപാട് കാര്യം ഇമാജിൻ ചെയ്യും. ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുക, എനിക്ക് ഉത്തരം വന്നത്, ഞങ്ങൾ പറയുന്ന ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന. ഞാൻ ചോദിച്ചു, ആ കുഞ്ഞിന് ആ കൊടുത്ത കോൺസെപ്റ്റ് തെറ്റല്ലേ? അത് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം കൊടുക്കും. LKG ഒരു കുട്ടി വന്നപ്പോ ആദ്യം ABCD ഒക്കെയാ പഠിപ്പിച്ചു തുടങ്ങിയത് അല്ലേ? ഈ പഠിപ്പിച്ചു തുടങ്ങി. അവരോട് പറഞ്ഞോ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, സോഷ്യൽ സ്റ്റഡീസ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ അവർക്ക് എവിടെ തലയിൽ കയറാനാ? അവർക്ക് അവരുടെ മനസ്സിൽ തലയിൽ കയറുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവര് വലുതായി കഴിയുമ്പോൾ എന്റെ അമ്മ എനിക്ക് കറക്റ്റ് ആണ് പറഞ്ഞു തന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഉടനെ എന്നോട് അന്ന് ആ വേദിയിലിരുന്ന അന്ന് അമ്മമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മാം അതിന്റെ മറുപടി എന്ത് കൊടുക്കും? ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരു 4 വയസ്സുകാരൻ ചോദിച്ചാൽ എന്താണ് ഉത്തരം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, കുട്ടിയോട് പറയേണ്ട ഒരു കാര്യം, അച്ഛനും അമ്മയും വിവാഹം കഴിച്ചു, അതിനുശേഷം ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവം ആ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് തന്നതാണ് നിന്നെ. ശരിക്കും അത് പറഞ്ഞാൽ ഇപ്പൊ പ്രാർത്ഥിച്ചാൽ കുട്ടിയെ കിട്ടുമെന്ന് മനസ്സിലായി. അവരൊരു 30-35 വയസ്സാവട്ടെ, അന്ന് അവർ ആ പ്രാർത്ഥന ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോളൂ. എങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നുള്ളത് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഒപ്പം വേറെ എന്തൊക്കെ ചെയ്താലാണ് കുഞ്ഞിനെ കിട്ടുന്നത്? അന്ന് എന്റെ അമ്മ എന്നോട് കള്ളമല്ല പറഞ്ഞത്, സത്യമാ പറഞ്ഞതെന്നുള്ളത് ആ കുഞ്ഞ് മനസ്സിലാക്കും. നമ്മൾ ഇത് കറക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. ഇതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിലെ ഒരു സംഭവം പറയാം. എന്റെ മോൻ 8ാം ക്ലാസ് ആയപ്പോ ഞാൻ അവന് പീരിയഡ്സ് എന്താന്ന് പറഞ്ഞു കൊടുത്തു. മോളാണ് മൂത്തത്. അവൾ എന്ത് ചെയ്യും, അവൾക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പീരിയഡ്സ് ആയാല് ഇവക്കറിയാം, ഇവള് പറയും ഒരു 5 മണിയാവുമ്പോ ഇവള് തുടങ്ങും, എടാ പോയി കുളിക്കടാ. ഇവൻ കളിക്കാൻ പോകുന്ന സമയം തിരിച്ചു വന്നില്ലെങ്കിൽ വിളിക്കും, എടാ വാ ഇങ്ങോട്ട് വന്ന് നീ കുളിക്ക. എന്തിനാ? വിളക്ക് കത്തിക്കണം. ഇത് പറയുന്ന ആദ്യമൊക്കെ ഇവരങ്ങ് കേട്ടങ്ങ് ചെയ്യും. ഒരു ദിവസം ഞാന് കേറി വരുമ്പോ ഇവര് പൂര വഴക്കാണ് ഇതിന്റെ പേരില്. നിനക്ക് തോന്നുമ്പോ നിനക്ക് വിളക്ക് കത്തിക്കാം, നിനക്ക് വേണ്ടാന്ന് പറ്റുമ്പോ നീ എന്നെ വിളിക്കും. ഇത് പറഞ്ഞ് കുറെ നേരം ഞാൻ കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മോനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഈ ഒരു ഏജ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരും. അത് മോന് ശരീരത്തിൽ ഇന്ന മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം 1 മാസത്തിൽ ഇത്ര ദിവസം അവള് വിളക്ക് കത്തിക്കില്ല. അപ്പൊ മോനാണ് വിളക്ക് കൊളുത്തേണ്ടത്. അന്ന് തൊട്ട് എല്ലാ ദിവസവും അവൻ കൃത്യമായിട്ട് അത് ചെയ്തോളും. അത് കൂടാതെ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കിട്ടിയത്, ഞാൻ വീട്ടിലില്ല എന്ന് വിചാരിക്കുക, അവൾക്ക് പീരിയഡ്സ് ആയിട്ട് അവൾക്ക് ഫസ്റ്റ് 2-3 ദിവസമൊക്കെ ഭയങ്കര വയറുവേദന വരുന്ന ആളാണ്. വയറുവേദന വന്ന് തല ചുറ്റി താഴെ വീഴുന്ന ആളാണ്. ന്യൂട്രിചാർജ് വുമൺ ആണ്. അത് പരിഹരിച്ചുകൊണ്ട് ഇപ്പൊ സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. എന്നാലും ഇവള് കയറി കിടക്കുമ്പോ ഞാൻ ഇവനാ ഫോൺ എടുക്കുന്നെങ്കിൽ ചോദിക്കും, ചേച്ചി എന്ത് ചെയ്യും? ഒരു അമ്മ ചേച്ചിക്ക് പീരിയഡ്സ് ആയി എന്നാ തോന്നുന്നത്, ചേച്ചി കിടക്കുക. എന്ത് നോർമൽ കേസിലേക്ക് വന്നു. ഇപ്പം മോൾ അവിടെ ഇല്ല, വീട്ടിലില്ല. ഞാൻ ചില സമയത്ത് ഇവൻ സ്കൂളിൽ നിന്ന് കയറി വരുന്ന സമയത്ത് കിടക്കുകയാണെങ്കിൽ ചിലപ്പോ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കും. ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് വന്ന ഒരു ഇരിക്കും എന്നെ വന്ന് തട്ടിലിരിക്കും. എന്താ വെച്ചാൽ എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ അവന് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണ് ഇന്ന്. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ആയി ഡ്രസ്സിന് സ്റ്റെയിൻ ആയാലും അവൻ ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കില്ല. അവന്റെ ഫ്യൂച്ചർ ലൈഫില് അവന്റെ ഭാര്യ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പരിഗണന കിട്ടും. അവനറിയാം ഇങ്ങനെ ആകുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവൻ ഇപ്പോഴേ റെഡിയായി. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളെ ഇരുത്തി, പക്ഷെ ഫസ്റ്റ് ടൈം ഹൈജീൻ ക്യാമ്പയിൻ എടുക്കാൻ പോകുന്നവര് ആൺകുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് എടുക്കണ്ട. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു പൂർണ്ണതയിൽ എത്തട്ടെ. എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു 6 മാസം വരെ ആൺകുട്ടികളെ വെച്ചുകൊണ്ട് ഹൈജീൻ ക്യാമ്പയിൻ എടുത്തിട്ടില്ല. പതിയെ ഞാൻ അവരെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയതാണ്. പുരുഷന്മാര് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർ ഇങ്ങനെ ഇറങ്ങിപ്പോകും. ഇത് ഇറങ്ങി എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ്
എന്തോ അബദ്ധമാണോ ഈ പറഞ്ഞു പോകുന്നത്, ഇവർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നല്. അത് കഴിഞ്ഞിട്ട് ഒരു വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞു, സാറേ അത്യാവശ്യം ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഇരുന്നാൽ നന്നായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പീരിയഡ്സ് സംഭവിക്കുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ യൂട്രസ് ഇവിടെ ഒരു പ്രിപ്പറേഷൻ നടത്തി, ഇനി 48 മണിക്കൂറിനുള്ളിൽ ഒരു ബീജവുമായിട്ട് യോജിച്ചില്ല എന്ന് കരുതുക. ഇത് യോജിക്കുന്നത് എപ്പോഴാണെന്നും കൂടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു സൂചന കൊടുക്കണം. നമ്മുടെ ഭാരതീയ സംസ്കാരം വെച്ച് ഒരു വിവാഹത്തിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോസസ് നടന്ന് ബീജവും കൂടെ യോജിച്ച് ഒരു കുട്ടിയുടെ രൂപം പ്രാപിക്കുന്നത്. വെസ്റ്റേൺ കൾച്ചറിൽ പല കാര്യങ്ങളും സംഭവിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ 48 മണിക്കൂറിന് ശേഷം ഈ അണ്ഡം പുറത്തേക്ക് പോകും. കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ ഹൈജീൻ ക്യാമ്പയിൻ എടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ മെൻസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയണം, ഗർഭപാത്രത്തിൽ ഒരു ഒരുക്കം നടന്നു ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി. ഇനി ഒരു ബീജവുമായി യോജിച്ചില്ല എങ്കിൽ ഈ യൂട്രസിനകത്ത് ആ മെത്ത പോലത്തെ ലൈനിങ്ങും ആ അണ്ടവും കൂടെ പുറത്തേക്ക് പോകും. അതാണ് ശരിക്കും പറഞ്ഞ പീരിയഡ്സ്. അത് നടക്കാത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വിവാഹത്തിന് ശേഷം മാത്രമേ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാൻ പാടുള്ളൂ. അത് നമ്മുടെ കൾച്ചർ. അപ്പം ഈ യൂട്രസിന്റെ ഫുൾ ലൈനിങ്ങും ഈ അണ്ടവും കൂടെ പുറത്തേക്ക് പോകും. അതെടുക്കും ഒരു 14 ദിവസം. അതായത് ഇവിടെ നിന്നും അണ്ടം സഞ്ചരിച്ച് ഇവിടം വരെ വരാൻ 14 ദിവസം, ഇവിടെ നിന്നും ഇത് മുഴുവനും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇടിഞ്ഞു പോകാൻ 14 ദിവസം. എല്ലാ 28 ദിവസവും കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് മെൻസ്ട്രേഷൻ. ശരിക്കും പറഞ്ഞാൽ യൂട്രസിന്റെ ഒരു ക്ലീനിങ് പ്രോസസ്. ശരീരത്തിൽ നിന്ന് പല മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? എന്തൊക്കെ പോകുന്നുണ്ട്? മലം, മൂത്രം, അതൊക്കെ കറക്റ്റ് സമയത്ത് പുറത്ത് പോകണം. സ്റ്റോക്ക് ചെയ്ത് അകത്ത് കിടന്നു കഴിഞ്ഞാൽ രോഗാവസ്ഥയിലേക്ക് മാറും. അപ്പൊ അത് പോകുന്നത് പോലെ വിയർപ്പായിട്ട് പോകുന്നുണ്ട്, കണ്ണിൽ കണ്ണുനീര് പോകുന്നുണ്ട്, ചെവിയിൽ ഗിയർ വാക്സ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിസർജ്യ വസ്തുവായിട്ട് യൂട്രസിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ. ഇത് സമയം കിട്ടുന്ന അനുസരിച്ച് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഇനി പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് വെച്ചിട്ട് അവർ കഴിക്കുന്ന ഫുഡ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവരുടെ ജീവിത ശൈലി. വീട്ടിൽ നിന്ന് ബസ്സിലോട്ട് കയറുന്നു, ബസ്സിൽ ചെന്ന് സ്കൂളിൽ ഇറങ്ങുന്നു, സ്കൂളിൽ ചെന്ന് ഡെസ്ക് അവിടെ ഇരിക്കുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്ന കാലത്തോ ഈ ഫോണിൽ നോക്കി 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 ഇരുന്നാൽ മതി. ഈ ഒരു ഭാഗത്ത് അനക്കമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറോട് ഈ ഹൈജീൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു അനക്കവും ഇല്ല ഈ അബ്ഡോമിനൽ ഏരിയയില്. പണ്ട് കാലത്ത് സ്ത്രീകൾ അരകല്ല്, ഇവിടെ പറയുന്നത് എന്താണെന്നറിയില്ല, അരകല്ല് തന്നെയാണ്, ഇങ്ങനെ അരയ്ക്കും. ഇത് ഈ അരയ്ക്കുന്ന അനുസരിച്ച് ഇത് ഇങ്ങനെ പോകും, പുറകോട്ട് വരും, പുറകോട്ട് ഇവിടെ നന്നായിട്ട് മൂവ് ചെയ്യും. ആട്ടുകല്ല് നമ്മൾ അരിമാവ് ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് അവിടെയുണ്ട്, അപ്പോഴും ഇവിടെ നന്നായിട്ട് അരങ്ങാം. പിന്നെ അന്ന് കാലത്തെ സ്ത്രീകള് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും തിരുവാതിര, ഒപ്പന, മാർഗംകളി ഇതൊക്കെ നന്നായിട്ട് കളിക്കുമായിരുന്നു. ഇതൊന്നും ഇപ്പൊ ഇല്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോഗ്രാം പറയുമ്പോ എവിടെയാണ് കാലിന് നല്ല മൂവ്മെന്റ്, ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഈ മൂവ്മെന്റ് ഒക്കെ നല്ലതാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടെ ഈ ഭാഗത്ത് ചലനമില്ല. ശരിക്കും അത് തന്നെ ഫാറ്റുകൾ അടിഞ്ഞുകൂടി PCOD പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഈ അരക്കെട്ടിന്റെ ഭാഗത്ത് എക്സർസൈസ് ഇല്ലായ്മ, കൂടാതെ ധരിക്കുന്ന ഡ്രസ്സുകൾ. രാജൻ ഡോക്ടർ സാർ എന്ന് പറയുന്നതാണ് അരക്കെട്ട് മുങ്ങി വെള്ളത്തിൽ ഇരിക്കണമെന്ന്, ഒരു തണുപ്പ് കിട്ടാൻ. ഇപ്പൊ ഇടുന്ന ഡ്രസ്സുകൾ, പണ്ട് കാലത്ത് സ്ത്രീകൾ ധരിച്ചിരുന്ന ഡ്രസ്സുകൾ സ്കേർട്ട്, ബ്ലൗസ്, സെറ്റും മുണ്ടും സാരിയും ഒക്കെയാണ്. ഇപ്പൊ പെൺകുട്ടികള് വയറൊന്ന് ഒതുങ്ങണം, കാലൊന്ന് ഒതുങ്ങണം, ടൈറ്റ് ജീൻസ്, അപ്പോഴത്തേക്ക് നല്ല ഒതുക്കമാണെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആകാത്തതിന്റെ ഒരു വലിയ കാരണമാണ് ജീൻസ് ധാരണം. ഇവിടുത്തെ പേശികൾക്ക് കോൺട്രാക്ഷന്റെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്തെ മസിൽസ് എക്സ്പാൻഡ് ചെയ്യുകയില്ല പ്രസവ സമയത്ത്. അപ്പൊ പറയും സിസേറിയൻ ചെയ്യാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇനി ഈ വസ്ത്രധാരണ, നമ്മള് ജീൻസ് കൂടുതൽ ഉപയോഗിക്കുന്നത്,
ടൈറ്റ് ഡ്രസ്സുകൾ സ്ത്രീകൾ പീരിയഡ് സമയത്തെങ്കിലും ഒഴിവാക്കണം. പീരിയഡ്സിന് ഒരാഴ്ച മുമ്പെങ്കിലും ഒഴിവാക്കണം. ഇത് എത്ര പേര് നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? ലൂസായിട്ടുള്ള പാൻറ് ഇട്ടാൽ പ്രശ്നമില്ല, സ്കേർട്ടും ബ്ലൗസും ഒക്കെ നന്നായിട്ട് നല്ല ഡ്രസ്സുകളാണ് ഇടാൻ. പക്ഷെ അതൊന്നും ഇപ്പൊ ആരും ഇടില്ല, എല്ലാരും മോഡേൺ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ഈ അരഭാഗങ്ങൾ, അരക്കെട്ട് ഭാഗത്ത് നല്ല എക്സർസൈസ് കിട്ടുകയും ഈ യൂട്രസ് നന്നായിട്ട് പീരിയഡ്സിന്റെ സമയത്ത് കൺട്രാക്ട് ചെയ്യണം. ആ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു വേദന ഉണ്ടാകും. അത് നാച്ചുറൽ ആണെന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അത് നാച്ചുറൽ ആണ്, അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഇങ്ങനൊരു വയറുവേദന ഉണ്ടാകുന്ന പീരിയഡ്സിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ സഹിക്കും? അയ്യോ അത് സഹിക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ പറയില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും പ്രസവിച്ചതാണ്. എല്ലാവർക്കും ഇല്ല, അത് ഹെറിഡിറ്ററി ആയിട്ട് വരും. ചില അമ്മയുടെ അമ്മയ്ക്കൊന്നും പ്രശ്നമില്ലായിരുന്നെങ്കിൽ, പക്ഷെ ഓൾമോസ്റ്റ് ഒരു 60% ആൾക്കാർക്കും ഉണ്ട്. ഒന്നുകിൽ കൈകാൽ കടച്ചില്, വയറുവേദനയൊക്കെ ഉണ്ട്. ചിലർക്കൊന്നും പ്രശ്നം വരാറില്ല, ഭാഗ്യവതികൾ. അപ്പം ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം വരുന്ന അനുസരിച്ച് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മമാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന. വിശ്വാസം ഇല്ലേ? ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ്. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകൾ പ്രസവിക്കാതിരിക്കുന്നു ഇല്ല. അത് അവരെ ആക്സെപ്റ്റ് ചെയ്തു. ഇന്നും നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളൊന്നും ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ കെട്ടി ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പറയാറില്ല അയ്യോ അന്ന് ഞാൻ സഹിച്ച വേദന, നമ്മൾ പറയാറില്ല. നമ്മൾ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ നിമിഷം നമ്മൾ അത് മറന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയായി. അപ്പൊ ഈ പറയുന്ന പീരിയഡ്സിനോട് അനുബന്ധിച്ച് വരുന്ന വേദന നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നാച്ചുറൽ ആണ്. ആ യൂട്രസിന്റെ അകത്തെ വേസ്റ്റിനെ ഒന്ന് പുറത്തു തള്ളാൻ വേണ്ടി ആ യൂട്രസ് ഒന്ന് കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ സാധനം മുഴുവനും പുഷ് ചെയ്ത് ഇത് താഴേക്ക് പോകണം. അതിനുവേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇനി ഈ വേസ്റ്റ് ആണ് ഈ പുറത്തേക്ക് വരുന്നത്. ഈ വേസ്റ്റ് വരുന്ന ഈ സ്ഥലത്താണ് നമ്മൾ കൊണ്ട് നമ്മുടെ സാനിറ്ററി നാപ്കിനുകൾ വെക്കുന്നത്. അതായത് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ. ഈ ഇന്റിമേറ്റ് ഏരിയയെ കുറിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള ഹൈജീൻ ക്യാമ്പയിൻസിലാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളുടെ ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ 3 വേസ്റ്റ് പുറത്തേക്ക് വരുന്ന ദ്വാരങ്ങൾ അടുപ്പിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. മലദ്വാരമുണ്ട്, യൂറിനറി ട്രാക്ക് ഉണ്ട്, ഈ യൂട്രസിന്റെ ഓപ്പണിംഗ്. ഇത് 3ഉം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരിടത്ത് ഇൻഫെക്ഷൻ വന്നാൽ എല്ലായിടത്തും വരും. അതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് യൂട്രസിന്റെ ഓപ്പണിംഗ്, അതായത് വെജൈനൽ ഓപ്പണിംഗ് ആണ്. ഇത് സർവിക്സ് എന്ന് പറയും. ഇവിടുത്തെ ഓപ്പണിംഗ് ആണ് വെജൈനൽ ഓപ്പണിംഗ്. അവിടെ ഇൻഫെക്ഷൻ വന്നാൽ ഇൻഫെക്ഷൻ ഇവിടുന്ന് അങ്ങ് കയറി പോയിക്കോളും. അത് ആ ഇൻഫെക്ഷൻ അകത്തോട്ട് പോയാൽ ഇവിടെ ഈ ഒരു കേസ് ഡിറ്റക്ട് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ശ്രദ്ധിക്കണം. യൂറിനറി ട്രാക്കിന്റെ അടുത്ത് തന്നെയാണ് ഈ വെജൈനൽ ട്രാക്ക്. യൂറിനറി ഇൻഫെക്ഷൻ വെജൈനൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? പെൺകുട്ടികളോട് വെള്ളം ധാരാളം കുടിക്കാൻ പറയണം. പീരിയഡ് സമയത്ത് നേരെ വിപരീതമാണ്. ഞാൻ സ്കൂളിൽ ഇന്നും പോയി ചോദിക്കുമ്പോൾ അവരെ ചിരിച്ചോണ്ടിരിക്കും. ഞാൻ പറയും വെള്ളം കൂടി നമ്മൾ കുറയ്ക്കില്ലേ ആ സമയത്ത്? കുറയ്ക്കണം. അപ്പൊ ഇവര് സന്തോഷത്തോടെ ഇരിക്കും. അപ്പൊ ഞാൻ കുറയ്ക്കുന്ന എന്തിനാ? വാഷ്റൂമിൽ പോകാതിരിക്കാൻ വേണ്ടി. രാവിലെ വെക്കുന്ന സാനിറ്ററി നാപ്കിൻ വൈകുന്നേരമാണ് മാറ്റുന്നത്. എന്താ പുറത്തേക്ക് വരുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഈ യൂട്രസിൽ നിന്നുള്ള വേസ്റ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ആ വേസ്റ്റ് ആ പാഡിലേക്ക് വരുമ്പോൾ ഇത് സമയാസമയങ്ങളിൽ മാറ്റിയില്ലെങ്കിൽ ശരീരവുമായി ടച്ചിൽ നിൽക്കും. പലപ്പോഴും സംഭവിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ വേസ്റ്റ് അകത്തേക്ക് തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആരോ ഒന്ന് ജസ്റ്റ് എന്റെ അടുത്തോട്ട് ഒന്ന് ഒരു ചെറിയ സഹായത്തിനും കൂടെ വരിക. ഇത് സെയിം ഏതാണ്ട് ഇതുപോലുള്ള സാനിറ്ററി, ഇതല്ല, ഇത് എക്സൽ സാനിറ്ററി നാപ്കിൻ ആണ്. ഇത് XXL ആണ്. ഇത് വേറൊരു ബ്രാൻഡാണ്.
എടുത്ത് വെച്ചു. 2 സാനിറ്ററി നാപ്കിൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ 2 സാനിറ്ററി നാപ്കിനിന്റെ ഏതാണ്ട് ഒരുപോലെ വെള്ളം ഒഴിക്കുന്നത്. ഒരുപോലെ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഈ ബോട്ടിലാണ് കൊണ്ടുപോകാറ്. ഇത് 40 മില്ലിയാണ്. ഇത് 40 മില്ലി. ഇനി നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കറി കിച്ചനകത്ത് ഒരു മെഷറിംഗ് ഗ്ലാസ് ഉണ്ട്. അതേ നോക്കി 40 മില്ലി അളന്നെടുത്താൽ മതി. അപ്പൊ മേഡം ഇതിലോട്ട് 40 മില്ലി ഇങ്ങനെ പതിയെ ഫുൾ സ്പ്രെഡ് ചെയ്ത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒഴിച്ചു. ഇപ്പൊ ആ 40 മില്ലി വെള്ളം ഈ സാനിറ്ററി നാപ്കിനിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഫുൾ ഇതിൽ ഒഴിച്ചു. 40 മില്ലി ഒഴിക്കുന്ന കണക്ക് എന്താന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ നോർമൽ കേസിൽ ഒരു സ്ത്രീക്ക് ഒരു ദിവസം ഫ്ലോ വരുന്നത് 40 ml ആണ്. ഇനി PCOD അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സസ് ബ്ലീഡിങ് സംഭവിക്കാം. അപ്പൊ ഗൈനക്കോളജിസ്റ്റിനെ കാണണം, എന്താണെന്ന് പ്രശ്നം മനസ്സിലാക്കണം. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി വീണ്ടും ഒരു 40 മില്ലി. ഇത് ഇപ്പൊ ഈ സാനിറ്ററി നാപ്കിനിലേക്ക് 40 മില്ലി ഒഴിച്ചു. ഇനി ഇതും സെയിം ഈ സാനിറ്ററി നാപ്കിൻസ് രണ്ടും ഏതാണ്ട് ഒരുപോലത്തെ സാനിറ്ററി നാപ്കിനുകൾ തന്നെയാണ്. 40 മില്ലി രണ്ടിലും ഞാൻ ഒഴിച്ചു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ബ്ലൂയും കൂടെ ചേർത്ത് ഒഴിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഒരു കളർ കിട്ടും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ഈ 40 മില്ലി ഇതിൽ രണ്ടിലും ഒഴിച്ചതിന് ശേഷം, അതായത് ഒരു പെൺകുട്ടി രാവിലെ സാനിറ്ററി നാപ്കിൻ വെച്ചോണ്ട് പോയി എന്ന് വിചാരിക്കാം. XL ആണ്. XXL വെച്ചാലും ഫുൾ നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കും. ഈ 4 ചില കുട്ടികൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഹൈജീൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ വന്ന് പറയുകയാണ്, ഇന്ന് എന്റെ മോളെ കൊണ്ടുവരേണ്ടതായിരുന്നു, ഈ മോളെ കൊണ്ടുവരാഞ്ഞത് അബദ്ധമായി പോയി. എന്താന്ന് വെച്ചാല് അവള് രാവിലെ 7:30 ആകുമ്പോൾ പോകും. സ്പെഷ്യൽ ക്ലാസ് ആണ് സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ട്യൂഷനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വരുമ്പം 7:30 ആകും. വന്ന ഉടനെ ചായ കുടിക്കും, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. 8 മണിയായി കുളിക്കും. അത്രയും നേരം വെച്ചോണ്ടിരുന്ന സാനിറ്ററി നാപ്കിനെ രാവിലെ വെച്ചാണ്. എത്ര മണിക്കൂർ പോയത്? ഇത്രയും സമയം സാനിറ്ററി നാപ്കിൻ, ആ സാനിറ്ററി നാപ്കിൻ തന്നെയാണ് വെക്കുന്നത്. ഇപ്പൊ മേഡം ഇതിന് 2 എണ്ണത്തിൽ വെള്ളം ഒഴിച്ചു. ഇനി ഈ 2 സാനിറ്ററി നാപ്കിൻ ഇത് ഇത്രയാണ് ഇപ്പൊ ഒഴിച്ചതാണെങ്കിലും ഞാനത് 2 മിനിറ്റ് ഒന്ന് വെക്കുന്നത്. എന്താ വെച്ചാൽ മൊത്തം 40 മില്ലി ഒന്നിച്ചിക്ക് കമത്തിയ പോലെ അങ്ങനെ അല്ല വരാറുള്ളത്. മേഡം ഇരുന്ന് ഞാൻ അടുത്ത് തന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഈ 40 മില്ലി ഒന്നിച്ച് വന്ന് ഇതിപ്പോ ഒഴിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാൻ ഒരു 2 മിനിറ്റ് വെക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു അബ്സോർബൻസി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സാനിറ്ററി നാപ്കിൻ വെച്ചിട്ട് നമ്മള് സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം, ചിലപ്പോൾ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലോ വരും. ഇത് സാനിറ്ററി നാപ്കിനിലേക്ക് അബ്സോർബ് ആകും. ഇത് വെച്ചുകൊണ്ട് 4-5 മണിക്കൂറല്ല 12 മണിക്കൂർ വേണമെങ്കിൽ കുട്ടികൾ നടക്കും. ഇത് നടന്നു കഴിഞ്ഞാല് ഈ ഒരു സാനിറ്ററി നാപ്കിൻ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്ലാസ്റ്റിക് എവിടെ. ഇതിന്റെ ടോപ്പ് ലെയർ പ്ലാസ്റ്റിക് ആണ്. നമ്മുടെ സാനിറ്ററി നാപ്കിന്റെ ടോപ്പ് ലെയർ 100% കോട്ടൺ ആണ്. രണ്ടിലും ഒരുപോലെയാണ് വെള്ളം ഒഴിച്ചത്. ഈ രണ്ടിലും വെള്ളം ഒരുപോലെ ഒഴിച്ചിട്ട് പോലും ഇനി ഈ സാനിറ്ററി നാപ്കിൻ ഇത് ഇപ്പൊ 2 മിനിറ്റ് പോലും ആയില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഈ സാനിറ്ററി നാപ്കിൻ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് എന്റെ കയ്യിൽ വെള്ളം നന്നായിട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ സാനിറ്ററി നാപ്കിനെ എത്ര പ്രസ് ചെയ്താലും ഇതിപ്പോ അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഇതിനകത്തുനിന്ന് കണ്ട വെള്ളം വന്നില്ല. ഇത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നടന്നിട്ട് വീണ്ടും വന്നിരിക്കുമ്പോൾ ഈ പ്രഷർ മേളിലോട്ട് വരുന്നുണ്ട്. ഇത് വരുമ്പോ അതിൽ നിന്ന് സാധനങ്ങള് ഈ പറയുന്ന ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഈർപ്പം വന്ന് നിൽക്കുന്നതനുസരിച്ച് ഇന്റിമേറ്റ് ഏരിയയിൽ വെറ്റ്നസ് നിൽക്കുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും. മക്കളോടൊന്ന് ചോദിക്കുക, പീരിയഡ്സിന്റെ സമയത്ത് ചൊറിച്ചിലുണ്ടാവാറുണ്ടോ, പാഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയും. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് കാരണം ഇതാണ്. 4 മണിക്കൂറിനുള്ളിൽ സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്തിരിക്കണം. എന്താന്ന് വെച്ചാൽ ഈ വരുന്ന വേസ്റ്റ് മാറ്റുക. വാഷ്റൂമിൽ പോയിട്ട് സെയിം സാനിറ്ററി നാപ്കിൻ തന്നെ വെച്ചോണ്ട് വരുന്ന കുട്ടികളുണ്ട്. വാഷ്റൂമിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ആ സാനിറ്ററി നാപ്കിൻ മാറ്റുക, അടുത്ത പുതിയത് വെക്കുക. അതിനുവേണ്ടി 2 എണ്ണം പോക്കറ്റിൽ വെച്ചോണ്ട് പോകുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. അതിനൊരു നല്ലൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൺകുട്ടികളെ ഇരുത്തി ഈ ഹൈജീൻ ക്യാമ്പയിൻ എടുക്കുന്നത്. അവർ കേട്ട് കഴിയുമ്പോൾ അവരിത് അക്സെപ്റ്റ് ചെയ്യും. ഇന്ന് നമ്മുടെ RCMലെ ലീഡേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ചെന്നൈക്ക് പോയി
അന്ന് ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, എന്തോ പ്രോഗ്രാം ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ആ പ്ലാനിങ് വെച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ പോയത് ഗിരീഷ് സാറും വേറൊരു സാറും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഗിരീഷ് ചാലക്കുടി സാറിന്റെ കൂടെ. ഹൈജീൻ ക്യാമ്പയിനിന്റെ കറക്റ്റ് അന്ന് രാവിലെ എനിക്ക് പീരിയഡ്സ് ആയി. നല്ല ബുദ്ധിമുട്ട്, എല്ലാം റെഡി. അപ്പം ഗിരീഷ് സാർ കുറെ സമയമായിട്ട് ടീച്ചറെ എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സാറിനോട് പറയാതിരിക്കാൻ പറ്റില്ല. സാർ ഇങ്ങനെ എന്റെ മുഖത്ത് ആ ബുദ്ധിമുട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതങ്ങ് മാറും. അത് ഈ ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നുകൊണ്ട് ആൾക്കാരെ മുന്നിൽ കണ്ടു കഴിയുമ്പോൾ എല്ലാം അങ്ങ് മറക്കും. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ പീരിയഡ്സ് ആയതാണ്. കറക്റ്റ് ഞാൻ നോക്കിയപ്പോൾ സാറിന് കുറച്ച് സമയത്തേക്ക് കാണാനില്ല. സാർ എവിടുന്നോ പോയി മാതളനാലത്തിന്റെ ഒരു വലിയ ജ്യൂസ്, ഇത് അത്യാവശ്യമാണ് ടീച്ചർ ഇപ്പൊ കുടിക്കേണ്ടത്, ഇത് കുടിക്കണമെന്ന് പറഞ്ഞ് സാറ് കൊണ്ടു തന്നു. സത്യം പറഞ്ഞാൽ സാറ് ഇവിടെ തൃശ്ശൂർ വന്നാണ് അന്ന് ഇറങ്ങിയെന്ന് എന്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് എനിക്ക് തിരുവല്ല വരെ പോകണം. സാറ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു വാഷ്റൂം എല്ലാം പോകണമെങ്കിൽ ഇപ്പൊ പോയിക്കൂ, ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. ശരിക്കും ആ ഒരു കൺസിഡറേഷൻ കിട്ടുന്നത് ഒരു സഹോദരനെ പോലെ പീരിയഡ്സ് ആകുന്ന സമയത്ത്. ഞാൻ സാറ് പലതവണ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ മകൾക്ക് പീരിയഡ് എവിടുന്ന് സാറും മോളും കൂടെ യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മോളുടെ ഡ്രസ്സ് ഫുൾ സ്റ്റെയിൻ ആയി. പറഞ്ഞു മോളെ ഡ്രസ്സ് മൊത്തം സ്റ്റെയിൻ ആയിട്ടുണ്ട്, നീ ഡ്രസ്സ് പോയി മാറ്റിയിട്ട് വാ, പീരിയഡ്സ് ആയത് നീ അറിഞ്ഞില്ലേ, പാഡ് എടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇന്ന് RCMൽ വന്ന് കീസോളിലൂടെ ഹൈജീനിനെ കുറിച്ച് ഞാൻ കേട്ടതിന് ശേഷമാണ് എന്റെ മകളോട് അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അയ്യോ ആയിന്നാ തോന്നുന്നു ഞാൻ ഡ്രസ്സ്, എന്നിട്ട് സ്വന്തമായിട്ട് സാറ് വേറെ ഡ്രസ്സ് എടുത്തു കൊടുത്തു. അപ്പൊ അതൊക്കെ സാധിച്ചത് ഇതൊരു പുരുഷൻ മനസ്സിലാക്കിയാൽ മാത്രമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെ ഉള്ളിലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇനി സാനിറ്ററി നാപ്കിൻ മാഡം ജസ്റ്റ് ഒന്ന് എല്ലാവരുടെ അടുത്തും ഒന്ന് പാസ് ചെയ്തേ. ഇത് രണ്ട് പ്രസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരെണ്ണത്തിന്റെ മേളിലെ ഈർപ്പം ഫീല് ചെയ്യുന്നില്ല. സെയിം സാനിറ്ററി നാപ്കിൻ ആണ്. ഞാൻ ആ ഷോപ്പിൽ പോയി, ഇപ്പൊ നിങ്ങൾ ഇവിടെ മുന്നിലുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ആ സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചത്. അവിടെ ഇതല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണത്. അവിടെ ചെന്നിട്ട് പറയുക ഈ സാനിറ്ററി നാപ്കിൻ മുഴുവനും പ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ ഞാൻ എല്ലാം നോക്കിയിട്ട് ഞാൻ ആ സാനിറ്ററി നാപ്കിൻ എല്ലാം ഞാൻ ചോദിച്ചു സാനിറ്ററി നാപ്കിൻ ഏതാ ഉള്ളതെന്ന് ഞാൻ അത്ര ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ പ്ലാസ്റ്റിക് ഉള്ളതെന്നല്ല ഞാൻ ചോദിച്ചു സാനിറ്ററി നാപ്കിൻ ഏതാ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ മേഡം ഇതൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാം എടുത്ത് നോക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒന്നായി എടുത്തോണ്ട് പോകും. അപ്പൊ ഇത് ആ സാനിറ്ററി നാപ്കിൻ ഈ മുന്നിലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾ ഹൈജീൻ ക്യാമ്പയിനിന് പോകുന്ന സ്കൂളിന്റെ മുന്നിൽ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് സാനിറ്ററി നാപ്കിൻ കാണും. അവിടെ നിന്ന് ഒരു സാനിറ്ററി നാപ്കിൻ മേടിച്ചോണ്ട് വേണം കയറാൻ. എന്താന്ന് വെച്ചാല് ഹൈജീൻ ക്യാമ്പയിനിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് സേഫ്രി ആണ്, ഇത് വിസ്പർ ആണെന്ന് പറയാറില്ല. അത് RCMന്റെ TC സാറിന്റെയും പ്രിയങ്ക മാഡത്തിന്റെയും ആ ഒരു വലിയ മനസ്സാണ്. അവർ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു ബ്രാൻഡിനെ താഴ്ത്തി കെട്ടണ്ട. പേര് പറഞ്ഞ് അവർ മോശമാണ്, സ്റ്റേ ഫ്രീ മോശമാണെന്ന് പറയരുത്, വിസ്പർ മോശമാണെന്ന് പറയരുത്. നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ, 2 സാനിറ്ററി നാപ്കിൻ. ഇത് നമ്മുടേതാണ്. ടോപ്പ് ലെയർ കോട്ടണി സോഫ്റ്റ് ആണ്. അത് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അറിയാം. ആ ഇന്റിമേറ്റ് ഏരിയയിൽ വെക്കാനും മാത്രം നല്ല സോഫ്റ്റ്നെസ് ഉള്ള സാനിറ്ററി നാപ്കിൻ ആണ്. ആ പ്ലാസ്റ്റിക്കിനെ ഒന്ന് കയ്യെ കുറച്ചു നേരം ഒന്ന് ഉരച്ച് ഒരു റഫ്നെസ്, ഭയങ്കര ഇറിറ്റേഷനാണ്. നടക്കുന്ന സമയത്ത് ഇത് സ്കിന്നിനെ ഇങ്ങനെ കയറി ഉരസിക്കൊണ്ടിരിക്കും. സ്കിന്നിന്റെ ടോപ്പ് ലെയർ മാറിക്കിട്ടും, റാഷസ് വരും, വെള്ളം ഒഴിച്ചാലും ഭയങ്കരമായ നീറ്റല്, ചൊറിച്ചില്. ഒരു മാസം, അതായത് ഓരോ മാസവും ഈ ഇറിറ്റേഷൻ സഹിക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ ആരോടും പറയില്ല. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാല് ഡോക്ടേഴ്സ് തരുന്ന ഒരു ക്രീം ഉണ്ട്, എന്താണെന്നറിയോ? കാൻഡിഡിന്റെ ഒരു ക്രീം. നിങ്ങൾ എവിടെ ചെന്ന് വേണമെങ്കിലും ചോദിച്ചു. ഇനി ഇത് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പീരിയഡ്സ് നിന്ന സ്ത്രീകൾ, അതായത് ചില ആൾക്കാർക്ക് 45 ആകുമ്പോൾ നിൽക്കും, ചില ആൾക്കാർക്ക് 50-55 വരെയൊക്കെ പോകും. അത് കഴിഞ്ഞാലും ഇതിലെ ചില പ്രോഡക്ട്സ് ആവശ്യമാണ്. ഈ സാധനം വിമൻസ് ഇന്റിമേറ്റ് വാഷ് എന്തെന്ന് വെച്ചാല് ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും പുരുഷനും ഇന്റിമേറ്റ് ഏരിയയിൽ ഒരു ഡ്രൈനെസ് വരും. ഈ ഡ്രൈനെസ് വന്നു കഴിയുമ്പോൾ ആ ഏരിയയിലെ സ്കിന്നിന് ഒരു ചെറിയ വലിച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത് ചൊറിച്ചിലായിട്ട് മാറും. ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിന്റെ ലെയർ അങ്ങ് പോകും.
വെള്ളം ഒഴിക്കുകയോ സോപ്പ് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ അസഹ്യമായ നീറ്റല്. അതിന് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള 2 സാധനങ്ങളാണ് പുരുഷന്മാർക്കുള്ള ഇന്റിമേറ്റ് വാഷും സ്ത്രീകൾക്കുള്ള ഇന്റിമേറ്റ് വാഷും. ശരിക്കും പറഞ്ഞാൽ ഇന്റിമേറ്റ് ഏരിയയിൽ നമ്മൾ ഒരിക്കലും സോപ്പ് തേക്കാൻ പാടില്ല. ഇനി ആൾക്കാർ പറയും ഇത്രയും കാലം ഞങ്ങൾ സോപ്പ് തേച്ചു ഒരു പ്രശ്നം സംഭവിച്ചില്ല, ഇനിയിപ്പോ ആണോ പ്രശ്നം? പ്രശ്നം സംഭവിച്ചില്ലെങ്കിൽ നല്ല കാര്യം, രക്ഷപ്പെട്ടു. ഇനിയും വരാതിരിക്കാൻ നോക്കണം. ഇത് വെറുതെ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല എന്നുള്ളത് നമുക്ക് അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ട് ഈ pH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിനെ പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അതായത് ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് pH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. pHന്റെ അളവ് എന്ന് പറയുന്നത് 1 മുതൽ 14 വരെയാണ്. ഇതിന്റെ നടുക്ക് വരുന്ന 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഇനി ഇത് എന്താണെന്ന് ചോദിച്ചാൽ 1 മുതൽ 6 വരെ ഉള്ളത് ആസിഡും ഇത് ബേസുമാണ്. ആസിഡും ബേസും നമ്മൾ കേട്ടിട്ടുണ്ട്. അലക്കുന്ന സോപ്പിനകത്ത് കാരം കൂടി കഴിഞ്ഞാൽ അത് ബേസിക് നേച്ചർ ആണ്. കുളിക്കുന്ന സോപ്പിനകത്ത് കാരം കൂടാൻ പാടില്ല. കൂടിയ കാരം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ബേസിക് നേച്ചർ ആണെങ്കിൽ ദേഹം എല്ലാം ചൊറിയും, നമുക്ക് ഒരു ചൊറിച്ചിൽ ഫീൽ ചെയ്യും. അലക്കുന്ന സോപ്പ് കൊണ്ട് കുളിക്കാറില്ലല്ലോ ആരും, കുളിക്കാറില്ല. നമ്മൾ ഇങ്ങേറ്റം റെവിറ്റോ പോലും ഉപയോഗിക്കാറില്ല കുളിക്കാൻ. എന്താന്ന് വെച്ചാൽ അതിനകത്ത് അത് വെച്ച് കുളിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പിടിച്ചില്ല എന്ന് വരാം. അത് അലക്ക് സോപ്പായിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് ആസിഡിക് നേച്ചറും ബേസിക് നേച്ചറും. നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ, ഒരു പുരുഷന്റെ ഇന്റിമേറ്റ് ഏരിയ ആണെങ്കിൽ അതിന്റെ pH എന്ന് പറയുന്നത് 4.5 മുതൽ 5.5 വരെ ഉണ്ട്. അതേ സമയത്ത് ഒരു സ്ത്രീയുടെ ഇന്റിമേറ്റ് ഏരിയയുടെ pH എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 വരെ. ഇനി ഇത് എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഈ ടോപ്പ് ലെയർ ഒന്ന് കീറി. അപ്പം ഇത് എന്നും ഇതുപോലെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനെ ആശ്രയിച്ച് ഈ pHന്റെ ഒരു സ്ലൈറ്റ് വേരിയേഷൻ വരും. അതിനെ ബാലൻസ് ചെയ്യാൻ ഈ ഇന്റിമേറ്റ് വാഷിന് കഴിയും. ഇനി ഈ ഇന്റിമേറ്റ് വാഷിനെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ, അതായത് pH വിമൻസ് ഇന്റിമേറ്റ് വാഷിന്റെ pH ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണുള്ളത്. മൊത്തം സ്കിൻ സെൻസിറ്റീവ് ആയവർക്ക് വേണമെങ്കിൽ ഇന്റിമേറ്റ് വാഷ് വെച്ച് കുളിക്കാം, നോ പ്രോബ്ലം. കുളിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്ന നല്ല ആ pH ബാലൻസ്ഡ് ആയതുകൊണ്ട്. ഇനി ആ പാഡിന്റെ ടോപ്പ് ലെയർ ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. അതായത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ഇത് പ്ലാസ്റ്റിക് ആണോ നോക്കാൻ ഇത് കണ്ടോ, വലിക്കുമ്പോൾ അറിയാം കേട്ടോ. ഇത് വലിയുമ്പോൾ ആ പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിച്ചിലുണ്ട്. അതേ സമയത്ത് വെള്ളത്തിനകത്തല്ല ഒഴിക്കേണ്ടത്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെൻസ് ഇന്റിമേറ്റ് വാഷ് ആയാലും വിമൻസ് ഇന്റിമേറ്റ് വാഷ് ആയാലും 2 ഡ്രോപ്പ് കയ്യിലെടുത്ത് ഇന്റിമേറ്റ് ഏരിയയിൽ അങ്ങ് തേച്ചാൽ മതി. സ്ലൈറ്റ് ആയിട്ട് പതഞ്ഞു വരുള്ളൂ. എന്താന്ന് വെച്ചാൽ സർഫെക്റ്റന്റ് കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കുളിക്കുന്നത്, പ്രദീപ് സാർ സ്ഥിരം കുളിക്കുന്നത് ഇന്റിമേറ്റ് വാഷ് വെച്ചാൽ, എന്നുവെച്ചാൽ സോപ്പ് സാറും ഓക്കെ. അപ്പൊ സാറിന് കൂട്ടായി. അപ്പം എന്താന്ന് വെച്ചാല് സോപ്പ് വെച്ച്, സോപ്പ് നേരത്തെ മുതലേ സാറിന് സോപ്പ് ഒരു ഇച്ചിരി സെൻസിറ്റിവിറ്റി ഉണ്ട്. അതിനകത്ത് കാരം കൂടുതലുണ്ടെങ്കിൽ ദേഹത്ത് ഒരു ഇറിറ്റേഷൻ ആണ് കുളിച്ചു കഴിയുമ്പോൾ. അപ്പം ചില മൈൽഡ് ആയിട്ടുള്ള സോപ്പുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ഈ ഇന്റിമേറ്റ് വാഷ് നമുക്ക് 2 ഡ്രോപ്സ് എടുത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്റിമേറ്റ് ഏരിയയിൽ തേച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ബാക്കി ഭാഗത്ത് തേക്കരുത്. എന്താന്ന് വെച്ചാൽ ഇന്റിമേറ്റ് ഏരിയ അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതാണ്. ഇന്റിമേറ്റ് വാഷ് ഏരിയയിൽ തേച്ച് കഴിഞ്ഞിട്ട് കൈ അങ്ങ് വാഷ് ചെയ്ത് കളയുക. അടുത്ത ഡ്രോപ്സ് എടുത്തിട്ട് ദേഹത്തെല്ലാം തേക്കുക ഒക്കെ ചെയ്യാം. പിന്നെ അമ്മമാർക്ക് ഒരു മറ്റു കാര്യം ചെയ്യാൻ പറ്റുന്ന, ആൺകുട്ടികൾക്ക് ഈ ഇന്റിമേറ്റ് വാഷ് അത്യാവശ്യമാണ്. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 14 years above. പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വരുന്നത് പോലെ തന്നെ അവരുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്.
ഇന്റിമേറ്റ് ഏരിയയിൽ ഹെയർ ഗ്രോത്ത്, അണ്ടർ ആംസിൽ ഹെയർ ഗ്രോത്ത് സംഭവിക്കും. വിയർപ്പിന് വല്ലാത്ത ഒരു സ്മെല്ല് വരുന്ന സമയമാണ്. അമ്മമാർക്ക് കറക്റ്റായിട്ട് അറിയാം. കളിച്ചിട്ട് ഓടി ഒന്ന് വന്ന് അടുത്ത് നിന്നാൽ, കുറെ നേരം കുളിക്കാണ്ട് നമ്മൾ അടുത്ത് നിന്നാൽ പോയി കുളിക്കടാന്ന് നമ്മൾ പറയും. ഞാനിത് അനുഭവിച്ചിട്ടുള്ളത് ഈ സ്കൂള് കുട്ടികൾക്ക് അറിയാം. ഇവർക്ക് PG പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ ഇവർ കണ്ടമാനം വിയർക്കും. ഈ വിയർപ്പിന്റെ സ്മെല്ല് വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ചെന്നോണ്ട് പറയും ജനൽ കംപ്ലീറ്റ് തുറക്കാൻ പറയും. ഇത്രയും കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഈ ഫാനും കൂടെ കറങ്ങുമ്പോൾ നമ്മൾ ആ സ്മെല്ല് അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതിന്റെ കൂട്ടത്തിൽ പെർഫ്യൂം കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർഫ്യൂം വിയർപ്പും കൂടെ ഉള്ള ഒരു സ്മെല്ല്. പെർഫ്യൂം അടിക്കുന്നവർ എന്തിനാണെന്നറിയോ? അവർക്ക് ആ സമയത്ത് വരുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട്, അവരുടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവരുടെ വിയർപ്പിന് സ്മെല്ല് വരുന്നതാണ്. അതുകൊണ്ട് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന, ആൺകുട്ടികൾ ഒരു ഏജ് ടീനേജ് എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയുക, അണ്ടർ ആംസിലും അവരുടെ കാലിന്റെ തുടയുടെ ഇടഭാഗങ്ങൾ ആലമുള്ളത് കാരണം ഈ തുടകൾ ഇങ്ങനെ ഉരസിയിട്ട് രണ്ട് സൈഡിലും ബ്ലാക്ക് കളർ വരും. ആലമുണ്ട് ഇതിനകത്ത്. ആലം ആ ഡാർക്കനിങ് ഇതിനെ അങ്ങ് മാറ്റും. അണ്ടർ ആംസിലും ഡാർക്കനിങ് വരും, അതും മാറ്റും. പിന്നെ അവരിടുന്നത് ഒന്നെങ്കിൽ പാൻസ്, ജീൻസ്. പിന്നെ സ്കൂളിലെ അവസ്ഥ അറിയാമല്ലോ, പാന്റ് നല്ല ലൂസ് പാന്റ് തയ്പ്പിച്ച് വിട്ടാലും, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്കൂളിൽ നിന്ന് കറക്റ്റ് അളവിന് പാന്റ് ഒക്കെ തയ്പ്പിച്ച് വിടും, ആവശ്യത്തിന് ലൂസൊക്കെ ഇട്ടിട്ട്. അവരതങ്ങോട്ട് തയ്ച്ചങ്ങോട്ട്, എന്നിട്ട് പേരൻസിനെ വിളിക്കുന്ന ഉടനെ അവർ പറയുന്നത് എന്താണെന്നറിയോ? രാവിലെ മാം എന്ത് കഷ്ടപ്പെട്ട പാന്റ് ഇടുന്നതെന്നറിയോ? പ്ലാസ്റ്റിക് കൂടി ഇട്ടിട്ട് വലിക്കുകയാണ്. വരുമ്പോ ശരിക്കും ലെഗിൻസ് ഇട്ടുന്ന മാതിരിയാണ് ഇട്ടോണ്ട് വരുന്നത്. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. നമുക്ക് PG സാറുണ്ട്. സാറ് ആയതുകൊണ്ട് ഞാൻ സാറിനോട് പറയാം, സാറേ ഈ പാന്റ് അടിച്ചോണ്ട് വരുന്നവരെല്ലാം ഇന്ന് PG പീരീഡ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ലൂസ് പാന്റ് ആയിട്ട് കാണണം, സാറ് ബ്ലേഡ് കൊണ്ടുവെക്കും. എന്നിട്ട് ഇവരോട് പറയും കൊണ്ടുപോയി അഴിച്ചിട്ട് വന്ന് ഇടും. അവര് കംപ്ലീറ്റ് ടൈറ്റ് ആയിട്ടാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഏജിൽ കുട്ടികൾ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടാൻ പാടില്ല. അവർക്ക് ഈ പ്രശ്നമുണ്ട്. അവരുടെ എന്താ പറയുന്നത്, ജെനൈറ്റൽ ഓർഗൻസ് വളരുന്ന ഏജാണ്. ആ സമയത്ത് കുറച്ച് ലൂസ് ഡ്രസ് അവർ അത്യാവശ്യം ഇടണം. വൈകുന്നേരങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ലൂസ് ബർമുഡ പോലുള്ളത്. പണ്ട് കാലത്ത് മുണ്ട് ഉടുക്കുമായിരുന്ന കുട്ടികൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവര് മുണ്ടും കൈയൊക്കെ എടുത്തോണ്ടാണ് നടക്കുന്നത് വൈകുന്നേരങ്ങളിലെ സമയങ്ങളിൽ. ഇപ്പൊ എന്താ ഫുൾ ടൈം ടൈറ്റ് ആയിട്ടുള്ള സാധനം ഇടും. ആ സമയങ്ങളിൽ ഈ ജീൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ജീൻസിന്റെയും ആ ഡ്രസ്സിന്റെയും സ്കിന്നിന്റെ ഇടയ്ക്കുള്ള ഏരിയയില് അവർക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. കറുപ്പ് വരുന്നുണ്ട് നന്നായിട്ട്. അത് കറുപ്പ് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ, ഒരുതരം ഫംഗസ് ആണത്. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ഈ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കണം. പിന്നെ ചില ആൾക്കാർ പറയും ഇത് കെമിക്കലാണ്, ഇതെങ്ങനെ ഇത് ഉപയോഗിക്കും? കെമിക്കൽ ഇല്ല ഇതിനകത്ത്. ഈ സാധാരണ എനിക്കറിയില്ല, ഇവിടെ അത്ര ഹൈജീൻ ക്യാമ്പയിനിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ഈ ഒരിടയ്ക്ക് ആൾക്കാര് ഒരു ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. ശരിക്കും അത് തെറ്റാണ്. വി വാഷും ഇന്റിമേറ്റ് വാഷും വെച്ചൊരു കമ്പാരിസൺ ചെയ്യുന്ന, അത് ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്തപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ നമ്മളൊന്ന് പരിശോധിച്ചു, എന്താ വ്യത്യാസമാണ്. വി വാഷ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ പനി വന്ന് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഒരു 2 നേരം പാരസിറ്റമോൾ കഴിച്ചോ, പിന്നെ പറയും നാളെ ടെമ്പറേച്ചർ തോന്നിയാൽ പാരസിറ്റമോൾ കഴിച്ചാൽ മതി എന്നാണല്ലോ പറയുന്നത്. ഇനി പനി വരരുത്, എന്നും ഓരോ പാരസിറ്റമോൾ കഴിച്ചാൽ നിങ്ങൾക്ക് പനി വരില്ല എന്ന് ചിന്തിച്ചാലോ? ആ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കാര്യത്തിൽ. വി വാഷ് ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ഇത് നിങ്ങൾ എന്നും ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ഇതിനകത്ത് താമരപ്പൂവിന്റെ എക്സ്ട്രാക്ട്, ലാക്റ്റിക് ആസിഡ് ഒരു ദോഷവും ചെയ്യുന്ന സാധനമല്ല. പാലിനെ തൈരായിട്ട് മാറ്റാൻ ലാക്ടോബാസിലസിനെ ആഡ് ചെയ്ത് അവിടെ അത് നല്ല ബാക്ടീരിയ ആണ്, അത് വേണ്ട ബാക്ടീരിയ ആണ്. അത് കൂടാതെ ഇതിനകത്ത് ടീ ട്രീ ഓയിൽ ചേർന്നിട്ടുണ്ട്. ആ ടീ ട്രീ ഓയിൽ ഒരു മരമാണ് ടീ ട്രീ എന്ന് പറയുന്നത്, അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്നത് അലൻറ്റോയിൻ എന്ന് പറഞ്ഞ സാധനമാണ്. തികച്ചും ശരീരത്തിന് സേഫ് ആയിട്ടുള്ള സാധനം, ഒരു നെഗറ്റിവിറ്റിയും അതിന് കൊണ്ടുവരുന്ന സാധനമല്ല. പിന്നെ ഇതിനകത്തുള്ള സാധനം എന്ന് പറയുന്നത് 2 വൈറ്റമിൻസ്, വൈറ്റമിൻ ഇയും വൈറ്റമിൻ B5. ഇതിനകത്ത് 7 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 9 എണ്ണം. അതായത് മെൻസ് ഇന്റിമേറ്റ് വാഷ് ആണ് ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിച്ചേക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് ഇതിന്റെ ആവശ്യകത അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഇറക്കിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്നും
മെൻസ് ഇന്റിമേറ്റ് വാഷിനെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മെൻസ് ഇന്റിമേറ്റ് വാഷ് ആവശ്യമുണ്ടോ എന്ന് ആൾക്കാരോട് ചോദിച്ചാൽ എന്താ അങ്ങനെ, സ്ത്രീകൾക്കല്ലേ ഇതൊക്കെ ആവശ്യം, പുരുഷന്മാർക്ക് ആവശ്യമില്ല. ശരിക്കും പുരുഷന്മാർക്ക് ആവശ്യമുണ്ട്. ഈ പല അതായത് ഈ ജോലിക്ക് പോകുന്നവര്, യൂണിഫോംസ് ധരിക്കേണ്ടവര്, ചില ആൾക്കാർ എന്താണ് കാഷ്വൽ ഡ്രസ് ഇട്ട് ഓഫീസിന്റെ അവിടെ വരെ ചെല്ലും, യൂണിഫോം എടുത്തിടും, തിരിച്ചു പോരുമ്പോ യൂണിഫോം അവിടെ ഊരിയിട്ടിട്ട് കാഷ്വൽ ഡ്രസ് എടുത്ത് വീട്ടിൽ പോരും, പിന്നെ അടുത്ത ദിവസം ചെല്ലുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യും. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞാൽ മെൻസ് ഇന്റിമേറ്റ് വാഷിന് 2 ഇൻഗ്രീഡിയൻസ് കൂടുതലാണ്. ഒന്ന് ആലോം, ഒന്ന് സീബക്തോൺ എന്ന് പറഞ്ഞ സാധനം. അത് ധാരാളം ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉണ്ട്. ഇന്റിമേറ്റ് ഏരിയയിൽ ഡ്രൈനെസ് വന്നാൽ, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ആ ഡ്രൈനെസ്സിനെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല സാധനമാണ് മെൻസ് ഇന്റിമേറ്റ് വാഷ്. ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തീർത്തും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ട്, എത്ര പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്? ഇനിയുണ്ട് കുറെ ആൾക്കാർ ഉപയോഗിക്കാൻ. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു അത് ചെയ്യാൻ പാടില്ല. എന്താന്ന് വെച്ചാല് ഇവരുടെ ഈ ഇന്റിമേറ്റ് വാഷ് ഉണ്ടാക്കുന്ന ആ ഒരു കെമിക്കൽ, അതിന്റെ ഫുൾ കെമിക്കൽ ടെസ്റ്റ് നടത്തുന്ന ആളിനെ പ്രിയങ്ക മാഡം ഒരിക്കൽ കണക്ട് ചെയ്തിട്ട് തന്നിട്ട് പറഞ്ഞു, സംശയമുള്ളത് മുഴുവനും ചോദിച്ചോളാൻ പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു ലോജിക് ഇല്ല, അത് നമ്മൾ ചെയ്ത് കാണിക്കാൻ പാടില്ല. അപ്പൊ ഈ 2 പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇനി ഇത് പല രീതിയിൽ ഉപയോഗിക്കാം. തീർത്തും കിടപ്പ് രോഗികൾക്ക്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് സ്കിൻ ഡ്രൈ ആകുമ്പോഴാണ് അവർ ഒരേ കിടപ്പ് കിടന്നു കഴിയുമ്പോൾ സ്കിൻ പൊട്ടുന്നത്. അവർക്ക് ഒരു 1/4 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒരു 5 ഡ്രോപ്സ് ഇന്റിമേറ്റ് വാഷിന്റെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പോഞ്ച് ചെയ്ത്, ഇങ്ങനെ തുടക്കിയല്ല ചെയ്യേണ്ടത്, സ്പോഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനകത്തുള്ള ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ ഇ ഒക്കെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് ഈ പൊട്ടുന്ന ഒരു പ്രശ്നം, അതായത് ഈ നടുവിന്റെ ഭാഗം, അവർ കിടക്കുന്ന ആ ഏരിയ ഞങ്ങൾ കൊടുത്ത റിസൾട്ട് വന്നിട്ടുള്ള സംഭവമാണ്. ദേഹം പൊട്ടിക്കുക. ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇന്റിമേറ്റ് വാഷ്. ഇന്റിമേറ്റ് വാഷ് പീരിയഡ്സ് സമയത്ത് പെൺകുട്ടികൾ 2 തവണ യൂസ് ചെയ്യാൻ പറയണം. ഇത് ഈ അടുത്ത ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത്, പുറത്തെ വാഷ്റൂംസ്, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ പുറത്തുള്ള ക്ലോസറ്റുകൾ യൂസ് ചെയ്യും. ഇന്ത്യൻ ക്ലോസറ്റ് കിട്ടിയില്ലെങ്കിൽ യൂറോപ്യൻ യൂസ് ചെയ്യണം. ആ സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ ഒന്ന് ടച്ച് ആകും, ഏതെങ്കിലും രോഗാവസ്ഥയുള്ള വ്യക്തി അതിൽ വന്നിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു വൈറസ്. അതായത് അത് വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം എടുക്കും അത് മാറാൻ. സ്കിന്നാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് ആ ക്ലോസറ്റ് ഉപയോഗിച്ച വ്യക്തി ഇരുന്നാണ് ആ ക്ലോസറ്റ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ അടുത്തത് ചെന്ന് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ആയാൽ ഈ വൈറസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഒരാൾക്ക് വന്ന ആ വീടുകളിൽ എല്ലാവർക്കും വരും. ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളെ കണ്ട് മുട്ടുകയും ചെയ്തു. വൈറസിന്റെ പേര് ടീനിയ കോർപ്പസ് എന്ന് പറഞ്ഞ വൈറസ്. ഇത് ശരിക്കും പറഞ്ഞാല് ഞാനിത് കണ്ടെത്തിയത് എങ്ങനെയാന്ന് വെച്ചാല്, ഞങ്ങളുടെ സ്കൂളില് ഒരു പേരന്റ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, മാം ഇവരോട് കുറെ പേഴ്സണൽ ഹൈജീൻ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ രോഗാവസ്ഥ, എന്റെ മോളുടെ അവസ്ഥ കണ്ടാൽ ഇപ്പോഴത്തെ ഭയങ്കര മോശമായ അവസ്ഥയാണ്. അന്ന് പറഞ്ഞ അമ്മ മോളെ രാവിലെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ഉണർത്താൻ വേണ്ടി ചെന്നാണ്. അപ്പൊ ഈ ചുരിദാറിന്റെ ടോപ്പ് ഇച്ചിരി മാറിക്കിടന്നു. വയറ് കാണാമായിരുന്നു. വയറ് നിറയെ എന്തോ കറുത്ത സ്പോട്ടുകൾ. അമ്മ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അമ്മ, ചൊറിച്ചിൽ വല്ലാണ്ടുണ്ട്. അപ്പൊ ചോദിച്ചു ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതല്ല, ഇന്റിമേറ്റ് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്ത് 2 തുടകളും ബാക്കും വയറ് വരെ സ്പ്രെഡ് ചെയ്തു. അത് അമ്മ അന്ന് കണ്ടത് കൊണ്ട് മനസ്സിലായി. എന്നോട് വന്നിട്ട് പറഞ്ഞു ഇതിനെക്കുറിച്ച് പറയണമെന്ന്. ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ ഇതുപോലെ വന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മാം ഒന്ന് അത്യാവശ്യം ഡോക്ടറെ കാണാൻ. പിന്നെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ചോദിച്ചു പോയി എന്താ കാര്യമെന്ന്.
ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പറയാൻ കൊള്ളാത്ത കാര്യമാണ് മാഡം, എന്നോട് എങ്ങനെ ഇതൊക്കെ പറയുന്നത്. ചേച്ചി എന്നാലും എന്താണ് കാര്യം? എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായ ചൊറിച്ചിലാണ് ഇന്റിമേറ്റ് ഏരിയയില്, മൊത്തം ഒരു കറുത്ത പാട് പിടിച്ച്. എനിക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റി ആ വാഷ്റൂം ഉപയോഗിച്ച ആള്, അത് ഉപയോഗിച്ച അടുത്തയാള്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ തന്നെ വന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് വന്നത് ഇവിടെ പലർക്കും വരുന്നുണ്ട്, അത് സ്പ്രെഡ് ആകുന്ന രോഗമാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇത് അതുകൊണ്ട് ഈ ഒരു സാധനം എല്ലാ വീട്ടിലും അത്യാവശ്യമാണ്. പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, നിങ്ങൾ പുറത്ത് പോയി പുറത്തെ വാഷ്റൂം യൂസ് ചെയ്താൽ അന്ന് വൈകുന്നേരം വന്നതിന് ശേഷം ഈ സാധനം ഉപയോഗിച്ച് നന്നായിട്ട് ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യണം. തുടയുടെ ഇടഭാഗം, ബാക്ക് എല്ലാം ഇത് വെച്ച് വാഷ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. ഇത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. ശരിക്കും യാത്രാവേളകളിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും വിൽവടായിലേക്കൊക്കെ ഈ യാത്ര പ്രമാണിച്ച് ഡൽഹി അവിടെ ഇവിടെയൊക്കെ പോകും. ആ സമയത്ത് സോപ്പ് എടുത്തില്ലെങ്കിൽ ഇന്റിമേറ്റ് വാഷ് എടുക്കണം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സാധനം. ഇനി 4 സാനിറ്ററി നാപ്കിനുകൾ. ഇനി ഇവിടെ ഒരു സാനിറ്ററി നാപ്കിൻ കാണിച്ചു. ഇനി ഇതാണ് നമ്മുടെ കോട്ടൺ സാനിറ്ററി നാപ്കിൻ. ഇപ്പോ മറ്റേ ഇത് എനിക്ക് ഇത് ഫീൽ ചെയ്യുമ്പോൾ അറിയാം, നല്ല പഞ്ഞി പോലത്തെ സാധനമാണ്. ഇതിന്റെ ബാക്കിൽ ഈ കാണുന്ന സ്ട്രിപ്പാണ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആനയോൺ സ്ട്രിപ്പ്. ഈ ഒരു സ്ട്രിപ്പ്, അതായത് ഇതിന് ആനയോൺ സ്ട്രിപ്പ് ഒന്നും ഇല്ല, ഇതിപ്പോഴും വെള്ളമാണ്. ഇതിനകത്ത് വെള്ളം ഇത് പുറത്തോട്ട് വരില്ല, ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ലോക്ക് ആയിട്ടുണ്ട്. ഇത് ജെല്ല് പുറത്ത് വരാൻ തുടങ്ങി. ഇനി ചിലർ ചോദിക്കും ഇതിനകത്തൊരു ജെല്ലുണ്ട്, ഈ കാണുന്ന ജെല്ലാണെങ്കിൽ കെമിക്കൽ അല്ലേ എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. ജെല്ല് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാനിറ്ററി നാപ്കിനുകൾക്കകത്ത് ഉപയോഗിച്ചേക്കുന്ന ജെല്ല് 10% ടോക്സിസിറ്റിയിൽ, അതായത് അതിൻ്റെ അകത്ത് ടോക്സിസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 10%-ലും താഴെയാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനിറ്ററി നാപ്കിന് 7 ലെയർ ഉണ്ട്. ഇതാണ് നമ്മുടെ ആനയോൺ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനം. അത് ജസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് അവിടെ ഒട്ടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആനയോൺ സ്ട്രിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഇന്റിമേറ്റ് ഏരിയയിൽ നല്ല വേദന വരാറുണ്ട് ചിലർക്ക് ഒരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നാറുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പീരിയഡ്സിന്റെ ആ പുറത്തേക്ക് വരുന്ന സാധനം വേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ല്. അതിനെന്ത് ചെയ്യുമെന്നറിയാം, മറ്റു പല സാനിറ്ററി നാപ്കിനുകൾക്ക് ഉള്ളിൽ പെർഫ്യൂം ആഡ് ചെയ്യും. ചില സാനിറ്ററി നാപ്കിൻ ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തു കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ്. ചില കുട്ടികൾ ഹൈജീൻ ക്യാമ്പിൽ നിന്ന് പറയും, മാം ഇന്ന സാനിറ്ററി നാപ്കിന് നല്ല സ്മെല്ലാണ് എന്ന് പറയും. സ്മെല്ലിന് വേണ്ടി അവർ പെർഫ്യൂം ആഡ് ചെയ്യുക. പെർഫ്യൂം കെമിക്കലാണ്, അത് റിയാക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും. ആ ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആനയോൺ സ്ട്രിപ്പ്. വേദന വരാതിരിക്കാൻ ആനയോൺ സ്ട്രിപ്പ്. ഇനി ഈ ആനയോൺ സ്ട്രിപ്പ് എങ്ങനെ എത്ര വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് അയൺസ് ആണ്. അതായത് ഈ ഭൂമിയിൽ 2 തരം അയൺസ് കാണാറുണ്ട്. ഒന്ന് പോസിറ്റീവ് അയൺസ്. പോസിറ്റീവ് അയൺസിനെ പറയുന്നത് കാറ്റയോൺ എന്നും നെഗറ്റീവ് അയണിനെ പറയുന്നത് ആനയോൺ എന്നുമാണ്. ഇത് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. കെമിസ്ട്രിക്ക് അത് പഠിക്കുന്നതാണ് ആനയോണും കാറ്റയോണും. ഇനി ഈ നെഗറ്റീവ് അയൺസ് ആണ് ഈ ആനയോൺ സ്ട്രിപ്പിലുള്ളത്. വെള്ളം വീണ് കഴിയുമ്പോൾ ഈ നെഗറ്റീവ് അയൺസ് ശരീരവുമായി സമ്പർക്കത്തിൽ വന്ന് അവിടുത്തെ പെയിനെ റിലീസ് ചെയ്യാനും ആ പെയിൻ ഇല്ലാണ്ടാക്കാനും. പെയിൻ എങ്ങനെ ഇല്ലാണ്ടാക്കും എന്ന് ചോദിച്ചാൽ, പെയിൻ ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്റിമേറ്റ് ഏരിയയില് ചെറിയ ചെറിയ രക്തധമനികളുണ്ട്. ഈ ബ്ലഡ് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് സ്റ്റക്ക് ആയിരിക്കും. ഈ നെഗറ്റീവ് അയൺസ് അതിനെ ഒന്ന് വലിപ്പം കൂട്ടിക്കൊടുത്ത് അതിനകത്തൂടെ ഈസി ഫ്ലോയ്ക്ക് സഹായിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഹൈജീൻ ക്യാമ്പയിനിൽ പറയണ്ട. സിമ്പിൾ ആയിട്ട് പറയുക, ഈ ആനയോൺ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇന്റിമേറ്റ് ഏരിയയിൽ പെയിൻ ഉണ്ടാവില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ശരീരം ചില ദിവസം നിങ്ങൾ പറയാറില്ല, ഓ ഇന്നൊരു മൂഡില്ലാത്ത ഒരു ദിവസം, നിങ്ങളുടെ ഉള്ളിൽ ആ ഹാപ്പി ഹോർമോൺസ് ഇല്ല. നല്ല ചില ദിവസം ഒന്നും സംഭവിക്കേണ്ട, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, നിങ്ങളുടെ ഉള്ളിൽ ആ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് അയൺസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്റിമേറ്റ് ഏരിയയിലുള്ള വേദന കുറയ്ക്കുന്നു. ഇന്റിമേറ്റ് ഏരിയയിൽ വരുന്ന ആ
വരുന്ന ഫ്ലോയിലുള്ള ദുർഗന്ധത്തിനെ തടയുന്നു, ഇന്റിമേറ്റ് ഏരിയയുടെ pH-നെ ബാലൻസ് ചെയ്യുന്നു. ഇനി ഇത് ചിന്തിക്കുന്നില്ല, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുക കുറെ സമയമായിട്ട്, കുറെ സമയം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്നാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ. ഇനി ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സമയം, കുട്ടികളുടെ എക്സാം നടക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ പറയാണ് നമുക്കൊന്ന് പുറത്ത് പോകാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കാർ എടുത്ത് വാഗമൺ ഒരു യാത്ര പോയി, അവിടെ പോയി നിങ്ങൾ ആ മൊട്ടക്കുന്നതിലൊക്കെ പോയി ഇരുന്ന് നല്ലൊരു കാറ്റൊക്കെ വീശുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നല്ലൊരു റിലാക്സ്ഡ് ഫീലിംഗ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലത്ത് ആനയോൺസ് ധാരാളമുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സിനെ അത്ര, നമ്മള് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാം ഒന്ന് കറങ്ങാൻ പോയിട്ട് വരാം, എറണാകുളം ടൗൺ വരെ പോയിട്ട് വരാം, പോയി കറങ്ങും ആരെയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രാഫിക്കിന്റെ ബഹളം, പൊടിയുടെ ബഹളം. ഡൽഹി പോയി വരുന്നവർ പറയും അയ്യോ അങ്ങോട്ട് പോയ ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്ത ഒരു സ്ഥലം. നമ്മളെ ശാന്തമായ ശുദ്ധമായ വായുവുള്ള സ്ഥലത്താണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും ശാന്തതയ്ക്ക് റിലാക്സ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഈ പറയുന്ന ആനയോൺസ് ധാരാളമുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി കുറെ സമയം നിൽക്കുക, നല്ല സുഖമാണ് മനസ്സിന്. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈബ്സ് കൂടുതലുള്ള സ്ഥലത്താണ് നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടുന്നത്. ആ ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വേറെ ഉണ്ട്. നിങ്ങൾ കുറെ ചെടിച്ചട്ടികളില് ഗ്രോ ബാഗുകൾക്ക് നന്നായിട്ട് ചെടികൾ നട്ടുവെച്ചു, അത് പൂവിട്ടു, അത് കൊലച്ച് കായായിട്ട് മുളക് കായ്ച്ച് നിൽക്കുന്നു, തക്കാളി നല്ല കൊലയായിട്ട് വന്നിരിക്കുന്നു. ഇതിന്റെ അടുത്ത് ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഇതിനെ നോക്കുമ്പോൾ ഇതെല്ലാം ഇനി ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നു, മനസ്സിനൊരു നല്ല സന്തോഷം. അതിന് ചുറ്റും ഈ പറയുന്ന ആനയോൺസ് നന്നായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സിനൊരു നല്ല കുളിർമ തന്നത്. ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കിട്ടിയ ഇതാണ് ഈ നെഗറ്റീവ് അയൺസിന്റെ ഒരു ഗുണം. ഇനി ഈ സാനിറ്ററി നാപ്കിനുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോ രീതിയിൽ ഇത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ ഇത് ഹെവി ഫ്ലോ ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയ, നിങ്ങൾ ഇത് കൊടുത്തിട്ട് എന്നാൽ ഇത് 2 പാക്കറ്റ് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് ഹെവി ഫ്ലോ നന്നായിട്ട്. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ഡേ നല്ല ഫ്ലോ കാണില്ല, സെക്കൻഡ് ഡേ മുതലായിരിക്കും ഫ്ലോ. ചിലർക്ക് ഫസ്റ്റ് ഡേ മുതൽ നല്ല ഫ്ലോ ഉണ്ടാകും. ആ സമയത്ത് ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുകയാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഇത് ചേഞ്ച് ചെയ്യും. ഇത് കൂടുതൽ ഇത് വെച്ചാൽ ഇത് ചുരുണ്ട് കൂടി വല്ലാണ്ടാകും. ആള് നിങ്ങളോട് വന്നിട്ട് പറയും മാം നിങ്ങൾ തന്ന സാനിറ്ററി നാപ്കിൻ ഒന്നിനും കൊള്ളില്ല, ചുരുണ്ട് കൂടി നാശമായി. ഇത് ലൈറ്റ് ഫ്ലോ കുറയുന്ന സമയത്തേക്കുള്ളതാണ്. പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്താൽ ചിലർക്ക് 7 ദിവസം 9 ദിവസം കുട്ടികൾക്ക് ഫ്ലോ ഉണ്ടാകാറുണ്ട്. ലാസ്റ്റ് 3 ദിവസം ഫ്ലോ കുറവാണ്, ആ സമയത്ത് ഇത് കൊടുക്കുക, ഇത് യൂസ് ചെയ്യുക. ഇനി ഈ 2 സാനിറ്ററി നാപ്കിനുകളും ഇത് അവനവന്റെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇത് 2 ഉപയോഗിച്ചാൽ, ഇത് ഉപയോഗിച്ച് ഞാൻ പറയുന്നത് പകൽ സമയമാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്യാൻ ആരോടാണെങ്കിലും നിങ്ങൾ പറയണം. വാഷ്റൂമിൽ പോയാൽ സാനിറ്ററി നാപ്കിൻ മാറ്റണം. പിന്നെ രാത്രി സമയത്ത് നമ്മൾ അധികം അങ്ങനെ എഴുന്നേക്കാറില്ല, പിന്നെ പീരിയഡ് സമയത്ത് നല്ലൊരു റെസ്റ്റ് വേണ്ടതാണ്. അപ്പോൾ രാത്രിയിൽ ഉപയോഗിക്കാൻ ഈ സാനിറ്ററി നാപ്കിൻ ബെസ്റ്റ് ആണ്. ഇത് ഡബിൾ XL. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഇത് യൂസ് ചെയ്ത ആനയോൺ സ്ട്രിപ്പിന്റെ ഗുണം മനസ്സിലാക്കണം. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രാത്രി പീരിയഡ്സ് ആയി കഴിയുമ്പോൾ ഈ വെറ്റ്നെസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഉണരും. പിന്നെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിലോട്ട് വന്ന് കിടന്ന ഉടനെ ഉറങ്ങുമോ? പിന്നെ കിടക്കും കുറേ നേരം ഇങ്ങനെ കിടന്ന് ഏതോ ഒരു സമയത്ത് ഉറങ്ങിപ്പോകും. നമുക്ക് ഉറക്കം വരില്ല രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അത് ആ വെറ്റ്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ 2 സാനിറ്ററി നാപ്കിൻ നിങ്ങൾക്ക് ആ വെറ്റ്നെസ്സിനെ, ഈർപ്പത്തെ ഫീൽ ചെയ്യിപ്പിക്കില്ല. ഇത് ജന്മന ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ 1 മാസം 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തും. ഇപ്പൊ എല്ലാവരും ഡയപ്പർ യൂസ് ചെയ്യും. ഞാനിപ്പോഴും പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്തില്ല, തുണി ഉപയോഗിക്കണം. പണ്ടത്തെ അമ്മമാര് പഴയ മുണ്ടുകൾ അലക്കി വെക്കുമല്ലോ. മോള് പ്രസവിക്കാറായത് കാണുമ്പോ അമ്മ മുണ്ട് അലക്കി കീറി മുറിച്ച് നല്ല പരുവത്തിന് വെക്കും. അന്ന് തുണിയാണ് ഉടുപ്പിക്കുന്നത്. ഉറക്കി കുറച്ച് സമയം കഴിയുമ്പോ കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോ ആദ്യം ഓടിച്ചത് നോക്കുന്നത് മൂത്രം ഒഴിച്ചോന്ന അല്ലേ? എന്തുകൊണ്ടാണ് നോക്കുന്നത്? അവർക്ക്
ഇന്റിമേറ്റ് ഏരിയയിൽ വെറ്റ്നസ് വന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ആ ഫീലിംഗ് ഉണ്ട്. അത് മുതിർന്ന പ്രായമായി കഴിഞ്ഞാലും അത് മാറില്ല. ഇനി പ്രായമായ ആൾക്കാർക്ക് ബോധമൊക്കെ പോയി കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ വെറ്റ്നസ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാകും. പറയാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ഇന്റിമേറ്റ് ഏരിയയിൽ ഈർപ്പം വന്നാൽ ഉറക്കം വരില്ല, ഇറിറ്റേഷനാണ്. അതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ ഈർപ്പം ഫീൽ ചെയ്താൽ നമുക്ക് ഭയങ്കരമായ ഇറിറ്റേഷനാണ്. അത് നനവായി വെറ്റായി രാത്രിയിലാണെങ്കിലും ആ ഒരു ഫീലിംഗ് വന്നാൽ അപ്പൊ എഴുന്നേറ്റ് അത് മാറ്റിക്കണം. പക്ഷെ അങ്ങനെ ഒരു ഉറക്കം കറക്റ്റായിട്ട് കിട്ടണം, ആ ഫീലിംഗ് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സേഫ് ആൻഡ് ലോങ്, പേരിന് പോലെ സേഫുമാണ് ലോങ്ങുമാണ്. അതുപോലാണ് ഈ അൾട്രാ പ്രീമിയം ഇത് യൂസ് ചെയ്യുക. അപ്പൊ ഒരാൾക്ക് കൊടുക്കുമ്പം ഇപ്പൊ ആള് പറയാണ്, എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് നല്ല വേദനയുണ്ട് ഇന്റിമേറ്റ് ഏരിയയിൽ, എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആണ് ആ ഏരിയയിൽ, എനിക്ക് ചൊറിച്ചിൽ വരാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സാനിറ്ററി നാപ്കിൻ ഇത് രണ്ടുമാണ്. ഇനി ഇങ്ങനൊന്നും പ്രശ്നമില്ലാത്തവര്, ചിലർക്ക് മാഡം പറഞ്ഞ പോലെ വയറുവേദനയില്ല, ഒരു പ്രശ്നവും ഇല്ല, പീരിയഡ്സ് വളരെ സ്മൂത്ത് ആയിട്ട് നോർമൽ ഡേയ്സ് പോലെ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഇതിനകത്ത് ആനയോൺ സ്ട്രിപ്പ് ഇല്ല. ഇതാരും അത് പറഞ്ഞ് ഉണ്ടാക്കരുത്. ഇത് ഞാൻ പറഞ്ഞ് ആകെ കൂടെ ഒരു പ്രശ്നമായിരിക്കുന്നത്. ഇത് എല്ലാ സൂം മീറ്റിങ്ങുകൾക്കും ഞാൻ പറയും ഇതിനകത്ത് ആനയോൺ സ്ട്രിപ്പ് ഇല്ല. പക്ഷേ ഇത് ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ ആനയോൺ സ്ട്രിപ്പ് ഉള്ളൂ. ഇനി ഈ സാനിറ്ററി നാപ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വുഡൻ പൾപ്പ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൾപ്പ് എന്താണെന്ന് വെച്ചാല് ചില മരങ്ങൾക്ക് നല്ല നീളമുള്ള ഫൈബറുകളുണ്ട്. സ്പ്രൂസ്, പൈൻ മരം കേട്ടിട്ടുണ്ട്. ഇതിന്റെ നല്ല നീളമുള്ള ഫൈബർ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഫൈബർ വെച്ചുണ്ടാക്കിയ ആ പൾപ്പ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇവിടെ നമ്മുടെ അവിടെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട്. അവിടെ പൾപ്പ് ഇവരുണ്ടാക്കി ന്യൂസ് പേപ്പർ പ്രിന്റിന് വേണ്ടിയിട്ടുള്ള പൾപ്പ്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് നല്ല പൾപ്പ് എടുത്ത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ആ പൾപ്പ് വരുത്തുന്നത്. അത് വെച്ചുണ്ടാക്കിയ സാനിറ്ററി നാപ്കിനാണ്. നോർമൽ കേസ്, ആർക്കും പ്രശ്നമൊന്നും ഇല്ല, ഇറിറ്റേഷൻ ഇല്ല, ചൊറിച്ചില്ല, നോർമൽ പീരിയഡ്സ് ആണ്, അവർക്ക് പ്രത്യേകിച്ച് അവരുടെ സ്കിൻ സെൻസിറ്റീവ് അല്ല എന്ന് തോന്നുന്നവർക്ക് ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാം. ഇതിനകത്ത് 15 എണ്ണം കൊണ്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ സാനിറ്ററി നാപ്കിനിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ കോൺഫിയുടെ റെഗുലറും കൂടെ കൊടുക്കാം. എന്തിനാ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലോ കുറച്ചുള്ള സമയത്ത് ഇത് ഉപയോഗിക്കുക, ഫ്ലോ കൂടുതലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് യൂസ് ചെയ്ത് അഡിക്റ്റഡ് ആകുന്നവർക്ക് ഇത് മാറ്റാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഇതിന്റെ ഗുണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഉപയോഗിച്ച് ഞാൻ ഇന്ന് ഈ സാനിറ്ററി നാപ്കിൻ ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഓൺലൈൻ കിട്ടിയില്ലെങ്കിൽ എവിടെ ഹൈജീൻ ക്യാമ്പയിനിൽ പോയാലും 1 or 2 ഉണ്ടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് അടിക്കാനുണ്ടോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് സാനിറ്ററി നാപ്കിൻ എനിക്ക് തന്നാൽ മതിയെന്ന് പറയും. അത്രയ്ക്ക് നല്ല ഒരു സാനിറ്ററി നാപ്കിനാണ് ഇത്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇവർ ആർക്കും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല. ഇനി ഹൈജീൻ ക്യാമ്പയിൻസ് പറയാൻ ഇനി ഒരുപാടുണ്ട്. എനിക്ക് എവിടെ നിർത്തണമെന്നൊരു എത്തും പിടി കിട്ടാതെ ഞാൻ ഇങ്ങനെ എവിടെ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, ഹൈജീൻ ക്യാമ്പയിൻസ് എടുക്കാൻ പോകുമ്പോൾ ഇത് ചിന്തിക്കരുത് ഞങ്ങൾ കാർഡ് മാത്രം പറയാൻ വന്നതാണ്. അങ്ങനല്ല. ഹൈജീൻ ക്യാമ്പയിൻസ് പല ആൾക്കാരെ കണ്ടക്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ പോയി ഹൈജീൻ ക്യാമ്പയിൻ എടുത്തിട്ട് പ്രിൻസിപ്പൽമാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ടീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ഒരു സ്കൂളിൽ പോയി ഹൈജീൻ ക്യാമ്പയിൻ എടുത്ത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ, ശരിക്കും പറഞ്ഞാൽ അവര് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഇന്റർകോം കണക്റ്റഡ് ആണ്. ഹെഡ് മാസ്റ്റർ അപ്പുറത്തിരുന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേൾക്കുന്നുണ്ടെന്ന്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പ്രദീപ് സാർ ഇതുപോലെ ഉണ്ട്. അപ്പൊ ജെസി സാറ് ഇതല്ലാതെ വേറെ എന്തൊക്കെയാ പ്രോഡക്ട്സ് ഉള്ളത്, എന്താ കാര്യം, എല്ലാ ആർസിന്റെ കാര്യം ചോദിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ്, ഞാൻ എല്ലാ വർഷവും 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി വന്ന് ചേരുമ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരൻസ് എന്റെ സ്കൂളിലുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും 1 ലക്ഷം രൂപ, അതായത് 2 പേർക്ക് 50,000 വെച്ച് 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടിയുടെ പേരന്റിന് ഒരു പ്രോജക്റ്റ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വെച്ച് 50,000 കൊടുക്കും. ആ കുട്ടി 5ാം ക്ലാസ് കഴിഞ്ഞ് പാസ് ഔട്ട് ആകുമ്പോഴത്തേക്ക്
ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഈ പൈസ ഇവരെന്നെ തിരിച്ചേൽപ്പിച്ചാൽ മതി. അവർക്കൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 50,000 രൂപ 2 പേരൻസിന് ഓരോ വർഷവും കൊടുക്കുന്നുണ്ട്. അപ്പോ പ്രദീപ് സാർ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു, എന്നാ പിന്നെ ആ 1 ലക്ഷം രൂപ 10 പേർക്കായിട്ട് കൊടുത്ത് 10,000-ന്റെ ഡിസ്പ്ലേ ബോർഡ് പോലെ സ്റ്റാർട്ട് ചെയ്താൽ സാറിന് അവർക്കൊരു സംരംഭം RCMലൂടെ തുടങ്ങാനുള്ള ഒരു അവസരമില്ല. ശരിക്കും ആ ഹെഡ് മാസ്റ്റർ ഏറ്റെടുത്തേക്കാണ്. അടുത്ത വർഷം മുതൽ സാർ ഈ 1 ലക്ഷം രൂപ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും ഈ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് സെയിൽ ചെയ്യാനുമുള്ള ഒരു തീരുമാനം. ഒരു സ്കൂളിൽ ഞങ്ങൾ ചെന്ന് ഇതുപോലെ ഹൈജീൻ ക്യാമ്പയിൻ ഒരു NSSന്റെ ഒരു സ്കൂൾ വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അടുത്ത വർഷം കൂടെ ഉള്ളൂ ജോലി, അടുത്ത വർഷം റിട്ടയർ ആകുന്ന സമയത്ത് എനിക്കൊരു എപ്പോഴും ഒരു ഐഡിയ എടുത്തിട്ടേക്കാം, ഞാൻ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഹൈജീൻ ക്യാമ്പയിൻസ് എടുത്താൽ ഇതിലൂടെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞ ഈ 4 സെഗ്മെന്റില് ഹൈജീൻ പ്രോഡക്ട്സ് മാത്രമാണ് പറഞ്ഞത്. ഈ ഏജിൽ എത്തുന്ന കുട്ടികൾ അവരെ കുറിച്ച്, അവരുടെ ഔട്ടർ ബ്യൂട്ടിയെ കുറിച്ച് ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ പീരിയഡ്സ് ആയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവര് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് അവരെ ഒന്ന് നോക്കും. അവരുടെ മുഖത്ത് കുരുക്കൾ വരാൻ തുടങ്ങും. മുഖക്കുരു വരുന്നത് അത് ഹോർമോണൽ ഫങ്ഷൻ കാരണമാണ്. മുടിക്ക് വല്ലാത്ത വല്ലായ്മ വന്ന് തുടങ്ങും. ഏറ്റവും നല്ല റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് അവർക്ക് യോജിച്ച പ്രോഡക്ട്സ് ആണ് വ്യോമിനി. ഇനി ഈ പീരിയഡ്സ് ആകുന്ന സമയത്ത് താനെ ശരീരങ്ങളിൽ കുറെ മാറ്റം വരും. ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ബിഗിനേഴ്സ് പ്രായം ഉണ്ട് ആ സമയത്ത് യൂസ് ചെയ്യാൻ. അടുത്ത സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പാഡഡ് ബ്രാ ഉണ്ട്, സ്പോർട്സ് ബ്രാ ഉണ്ട്. സ്പോർട്സിൽ പോകുന്ന കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ബ്രാ യൂസ് ചെയ്യണം, ചുരിദാറിന്റെ കൂടെ ഏത് ഉപയോഗിക്കണം, സാരിയുടെ കൂടെ ഏത് ഉപയോഗിക്കണം, ഇതെല്ലാം സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഹൈജീൻ പ്രോഡക്ട്സിലൂടെ നമുക്ക് ഇവിടെ, അതായത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം 6 മാസം കഴിയുമ്പോൾ എല്ലാ ഇന്നർ ഗാർമെന്റ്സും മാറ്റണം. അതുകൂടാതെ പീരിയഡ്സിന്റെ സമയത്ത് ബ്രസ്റ്റിന് പെയിൻ വരാറുണ്ട്. പെൺകുട്ടികൾക്ക്, കൊച്ചു പെൺകുട്ടികൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പലപ്പോഴും ഹൈജീൻ ക്യാമ്പയിന് ചെന്നിട്ട് കുട്ടികൾ പറയാറുണ്ട്, എവിടെയെങ്കിലും ഒന്ന് അറിയാതെ ആരുടെയെങ്കിലും കൈ പോലും ബസ്സിലൊക്കെ ഒന്ന് തൊട്ടുപോയി കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ വെള്ളം എടുക്കുന്ന ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രായാണ് പാഡഡ് ബ്രാ. അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഇതും പറയാം. ഇത് ഇനി ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു പ്രായമാണ് ടീനേജ്. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു 10 വയസ്സിന് മുന്നേ വരെ നിങ്ങളോട് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും പാട്ട് പാടാൻ അറിയത്തില്ലെങ്കിലും മുന്നോട്ട് വന്ന് നിന്ന് പാട്ട് പാടുമായിരുന്നു. ഇപ്പൊ ഒന്ന് മുന്നോട്ട് വന്ന് ഇവിടെ വന്ന് നിന്ന് ഒരു 2 വാക്ക് പറയാൻ പറഞ്ഞാൽ നമ്മളെ ആകെ പാടെ വിറയ്ക്കും. എന്താന്ന് വെച്ചാൽ ആ ടീനേജ് മുതൽ നമ്മളെ കുറിച്ച് നമ്മൾ ഭയങ്കരമായി കോൺഷ്യസ് ആകും. എന്നെ കാണാൻ ഭംഗിയുണ്ടോ, എനിക്ക് വണ്ണം കൂടുതലാണോ, എന്റെ മുടി നന്നായിട്ടാണോ ഇരിക്കുന്നത്, ഞാൻ ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്. എന്നെ കാണാൻ സുന്ദരിയാണെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന കളർ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാൽ എല്ലാം ഒന്നും വേണ്ട. അത്യാവശ്യം ഒരു കാജല്, ഒരു ലിപ് ബാം, ലിപ്സ്റ്റിക് യൂസ് ചെയ്തില്ലേലും കുഴപ്പമില്ല. ഇനിയിപ്പോ സീറം വന്നു, BB ക്രീം വന്നു, നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് എന്നെ കാണാൻ നല്ലതാണ്, എനിക്ക് ഭംഗിയുണ്ട്, ഒരു ദിവസം നിങ്ങൾ പുറത്ത് പോയിച്ച് തിരിച്ചു വരുമ്പോൾ ആരെയും പോയി വെളിപ്പെടും, ഇതെന്താ കണ്ട നല്ല എന്തോ ഒരു മാറ്റം. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ച് വീട്ടിൽ ചെന്നാൽ പുരുഷനായാലും സ്ത്രീ ആയാലും കണ്ണാടിയുടെ മുന്നിൽ ഇന്നെന്താ എനിക്കൊരു വ്യത്യാസം, എന്തോ ഒരു ഭംഗി അപ്പം എനിക്കുണ്ട്. കോൺഫിഡൻസ് കൂടുക. ഇതാണ് സ്കീസോട് പറയുന്നത്, എക്സ്പീരിയൻസ് ദ കോൺഫിഡൻസ്. ഈ ഓരോ സെഗ്മെന്റും നിങ്ങളെ കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ആ കോൺഫിഡൻസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ശരിക്കും ഇത് കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ 1 മണിക്കൂർ, ഇത് അടുത്ത 1 മണിക്കൂർ, ഇത് അടുത്ത 1 മണിക്കൂർ, അങ്ങനെ മണിക്കൂറുകൾ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മള് മെൻസ്ട്രേഷൻ പറയുമ്പോൾ ഇന്ന് 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നുണ്ട്. അതിന്റെ കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു. നിങ്ങൾ കൊടുക്കുന്ന ടിൻ ഫുഡ്, ഒരു പെൺകുട്ടി ആൺകുട്ടി ജനിച്ച് വീഴുമ്പോൾ മുതൽ അമ്മ ജോലിക്ക് പോകുന്നതാണെങ്കിൽ ആദ്യം ഒരു നാനിന്റെ 1, 2, 3 സിർലാക്ക് 1, 2, 3 ടിൻ ഫുഡ് കൊടുത്തതാണ് ഈ പീരിയഡ്സ് നേരത്തെ ആകാനുള്ള കാരണം. സാധാരണ നാടൻ ഭക്ഷണം പണ്ട് അമ്മമാര് കൂടി പഞ്ഞിപ്പുല്ല് കുറുക്കി കൊടുത്തു, ഏത്തയ്ക്ക പൊടിച്ചത്, ഇതൊക്കെ കൊടുത്തത്, അതൊക്കെ മറന്നുപോയി നമ്മൾ. അതാണ് പ്രശ്നം. അടുത്തത് ഇവര് അടുത്ത ഏജിലേക്ക് വരുമ്പോൾ ജങ്ക് ഫുഡ്, ഹോർമോൺ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ, 45 ദിവസം കൊണ്ട്
വളർത്തിയെടുത്ത് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത ചിക്കൻ കൊടുക്കുമ്പോൾ ആ ഹോർമോൺ അവരുടെ ഉള്ളിൽ ചെന്ന് അവിടെ കിടക്കുകയാണ്. ആ ഹോർമോൺ അവരുടെ ശരീരവുമായി റിയാക്ട് ചെയ്ത് അത് അവർക്ക് പീരിയഡ്സ് നേരത്തെ ആകുന്നു. 8 വയസ്സാകുന്ന കുഞ്ഞുങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നു. അപ്പൊ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗുഡ് ഡോട്ട്. ഇനി ഈ പീരിയഡ്സ് വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പീരിയഡ്സ് ഇറഗുലർ ആണ്. HP ലെവൽ വേണ്ട രീതിയിൽ കാണില്ല. പച്ചക്കറി കഴിക്കാറില്ല. അമ്മ പറയുമ്പോൾ പറയും പച്ചക്കറി കഴിക്കില്ല, ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഈ പറയുന്ന ഒരു ദിവസം ഒരു പെൺകുട്ടി 1 കിലോ ചീര കഴിച്ചാൽ 21 മില്ലിഗ്രാം അയൺ കിട്ടും. അത് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിനകത്ത്. 1 കിലോ ചീര കഴിച്ചാൽ ദഹിക്കുകയില്ല, ലൂസ് മോഷൻ ആകും. എന്നുവെച്ചാൽ അത് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി പശുക്കളുടെ വയറിനാണുള്ളത്, നമ്മൾക്ക് ഇല്ല. ഒരു ദിവസം 1 കിലോ ചീര ഒരു പെൺകുട്ടി എങ്ങനെ കഴിക്കും? ഒരു വീട്ടിൽ 1 കിലോ ചീര ഒരാഴ്ച മേടിച്ചാൽ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ ചീര മേടിച്ചാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, 2 ദിവസം വയ്ക്കും. എവിടെ 21 മില്ലിഗ്രാം കിട്ടുന്നത്? അപ്പൊ കിട്ടുന്നത് ന്യൂട്രിചാർജ് വുമൺ. പീരിയഡ്സ് ഇറഗുലർ ആകുന്നുണ്ടെങ്കിൽ HP ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാണും. അപ്പൊ അതിന് ന്യൂട്രിചാർജ് വുമണിലേക്ക് പോകാം, ഗുഡ് ഡോട്ടിലേക്ക് പോകാം. ഇത് പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഹൈജീനെ തുടങ്ങിയാൽ കീസോളിന്റെ എല്ലാ സെഗ്മെന്റും, ഗുഡ് ഡോട്ടിനെയും പറയാം, ന്യൂട്രിചാർജിനെയും പറയാം. ശരിക്കും ഞാൻ പോകുന്ന എല്ലാ ഹൈജീൻ ക്യാമ്പയിനും എന്നെ കൊണ്ട് ലാസ്റ്റിൽ പറയിപ്പിക്കുക ന്യൂട്രിചാർജ് വുമൺ. എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, പീരിയഡ്സ് നോർമൽ അല്ല. അങ്ങനെ ഞാൻ ന്യൂട്രിചാർജ് വുമൺ പഠിച്ചു വെച്ചേക്കാണ്. അത് ഉപയോഗിച്ച് എനിക്കുള്ള എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ ചിലപ്പോ ഇങ്ങനെ നോക്കും, STF സരോജ് ദേവി ഫൗണ്ടേഷന്റെ കീഴിൽ പോയി ഞാനിപ്പോ ന്യൂട്രിചാർജ് വുമൺ പറയും. ഞാൻ ഒരിക്കൽ പ്രിയങ്ക മാഡത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശ്രീലതാജി അതിന്റെ കൂടെ അത് ചേർത്ത് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എല്ലാം ആസ്യമാണ്, നമ്മളെല്ലാവരും അതിന്റെ കീഴിൽ. ഇനി എന്തൊക്കെ വിട്ടുപോയി എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കുറേ കാര്യങ്ങൾ പറയാൻ